നമസ്കാരം. വീണ്ടും നമ്മൾ ഒരു കഥ തുടങ്ങുകയാണ്. 3 മാസത്തെ ഗ്യാപ്പിന് ശേഷം എല്ലാവരെയും കഥാചാനലിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഏകദേശം ഒരു 8:30 മണിയാവും. ആ സമയത്താണ് റിവർ സിറ്റിയിൽ ആ ട്രെയിൻ എത്തിയത്. ഹൈസ്പീഡ് ട്രെയിനാണ്. ആ ട്രെയിനിൽ നിന്ന് ആളുകൾ ഇറങ്ങുമ്പോൾ ഒരു തൊപ്പി ചരിച്ചു വെച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഒരു സാധാരണ പാൻസ് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ആ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. പ്ലാറ്റ്ഫോമിലേക്ക് അവൻ്റെ 2 കാലും തൊട്ട് ആ നിമിഷത്തിൽ അവൻ്റെ ബോഡി കൂടി ഒരു വൈദ്യുതി ഇങ്ങനെ പാസ് ചെയ്യാണ്. വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയതാണ്. അങ്ങനെ ആ ചിന്ത അവൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നപ്പോൾ 8 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു രംഗം അറിയാതെ അവൻ്റെ മനസ്സിൽ ഒരു സിനിമ പോലെ കടന്നു വരികയാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ക്ലൗഡ് ലേക്ക് മാനർ എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ ഒരു സംഭവം ഉണ്ടായത്. അന്നത്തെ ആ സംഭവം ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ക്യാപിറ്റലിൽ നിന്ന് എത്തിയ മിസ്റ്റർ ലോങ് എന്നറിയപ്പെടുന്ന ഒരാളുടെ അസാധാരണമായ ചില ഇടപെടലുകൾ അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അയാൾക്ക് അനുകൂലമായി മാറ്റിയ ആ നിമിഷത്തിൽ നീൽ ഗ്രീവ്സിൻ്റെ അച്ഛനും അമ്മയും ശരിക്കും കോർണർ ചെയ്യപ്പെട്ടിരുന്നു. മിസ്റ്റർ ലോങ് എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ നോട്ടങ്ങൾക്കും ചലനങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരാൾക്കും ചലിക്കാൻ പറ്റാതെ വന്നതും നീലിൻ്റെ പിതാവും മാതാവും ഒരു വല്ലാത്ത പ്രതിസന്ധിപ്പെട്ടു. അവർ 2 പേരെയും കൊല്ലാനായി ആ ജനക്കൂട്ടം മുന്നോട്ട് കുതിക്കുമ്പോൾ അമ്പരം നിൽക്കുന്ന നീലിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ നീലിൻ്റെ അമ്മ നീലിനെ എടുത്തു പൊക്കി ആ ഫംഗ്ഷൻ നടക്കുന്ന ബംഗ്ലാവിന് സമീപത്തൂടി ഒഴുകുന്ന കോഡ് ലേക്ക് റിവറിലേക്ക് വലിച്ചൊരൊറ്റയേറി. നല്ല ഒഴുക്കുള്ള നദിയാണ് കോഡ് ലേക്ക് റിവർ. ആ നദിയിൽ ഒരു ശബ്ദത്തോടെ വന്നു വീണ നീല് തല ഉയർത്തുമ്പോൾ അവൻ ആ കാഴ്ച കണ്ടു. അവൻ്റെ മാതാവിൻ്റെ വയറ്റിലേക്ക് ഒരാൾ കത്തി കുത്തിക്കയറ്റുന്നത്. അവന് ഒന്നും ചെയ്യാൻ കഴിയും മുമ്പ് ശക്തമായ ഒഴുക്കിൽ അവൻ ആ നദിയുടെ താഴേക്ക് നീങ്ങി. അവന് ബോധം വീഴുമ്പോൾ അവൻ്റെ അടുത്ത് ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്. ആ ആള് ആ നദിയിൽ നിന്ന് അവനെ പൊക്കിയെടുത്തതാണ്. അയാൾ വഴി അവൻ ഒരു കാര്യം അറിഞ്ഞു. അവൻ്റെ മാതാവും പിതാവും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം. ആ പ്രായമുള്ള മനുഷ്യൻ നീലിനെ കൊണ്ട് ആ റിവർ സിറ്റിയിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അവനെ കൊണ്ട് ഒരുപാട് ദൂരേക്ക് പോയി. ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ നീൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവനെ മറ്റൊരാളാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യൻ നീലിനെ ശക്തനായി വളർത്തിയെടുക്കാൻ വേണ്ടി അവനെ ഒരു തവണ ഒരു കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കൂട്ടിൽ ഒരു സിംഹക്കുട്ടി ഉണ്ടായിരുന്നു. സിംഹക്കുട്ടി അല്ലെങ്കിൽ നീൽ, 2-ൽ-1 ജീവനോടെ പുറത്തു വരും. ആ പ്രതിസന്ധിയിൽ നീല് വിജയിച്ച ആ നിമിഷത്തിൽ ആ പ്രായമുള്ള മനുഷ്യൻ്റെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവിടെ നിന്ന് നീൽ എന്ന സാഹസികനായ നീൽ ഗ്രോവ്സിൻ്റെ കഥ ആരംഭിക്കുകയാണ്. ആ കഥ നീലിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇവിടെ ഈ റിവർ സിറ്റിയിലാണ്. ശരിക്കും നീല് ഈ 8 കൊല്ലവും അവൻ്റെ മനസ്സിൽ താലോലിച്ചത് പ്രതികാരം എന്ന ഒറ്റ വസ്തുത മാത്രമാണ്. അന്ന് അവൻ്റെ അച്ഛനും അമ്മയും നിരായുധരാക്കി അവരെ കൊല്ലാക്കൊല ചെയ്തതിന് ശേഷം അവരുടെ ദേഹത്തേക്ക് കത്തി കുത്തിയിറക്കിയ ആ ആൾക്കൂട്ടത്തിന് നേതൃത്വം കൊടുത്ത മിസ്റ്റർ ലോങ് എന്ന് വിളിക്കുന്ന ആ വ്യക്തിയാണ് നീലിൻ്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നീലിന് പ്രതികാരം ചെയ്യണമെന്നുള്ള ആ ആഗ്രഹം അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ നീലിൻ്റെ ആ മാസ്റ്റർ നീലിനെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനാണ് ഇപ്പോൾ നീലിനെ ഈ റിവർ സിറ്റിയിൽ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും നീലിന് പോകേണ്ടത് ക്യാപിറ്റലിലേക്കാണ്. ക്യാപിറ്റലിലാണ് മിസ്റ്റർ ലോങ് ഉള്ളത്. ലോങ്ങിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്നോ അയാൾ ആരാണെന്നോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഒന്നും നീലിന് അറിയില്ല. നീലിനെ പോലെ തന്നെ അക്കാര്യത്തിൽ അയാളുടെ മാസ്റ്ററും തികച്ചും അജ്ഞനാണ്. മാസ്റ്റർ നീലിനോട് ഒരു കാര്യം മാത്രം പറഞ്ഞു. ക്യാപിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് റിവർ സിറ്റിയിലെത്തി ഒരു പെൺകുട്ടിയെ കാണണം. അവളുടെ പേര് സിയ റൂട്ട്സ് എന്നാണ്. സിയ റൂട്ട്സിൻ്റെ ഗ്രാൻഡ് മദറും നീലിൻ്റെ ആ ഓൾഡ് മാസ്റ്ററും എവിടെയൊക്കെ വെച്ച് പരിചയത്തിലായിട്ടുണ്ടെന്ന് സിയെ കാണണമെന്ന് ആ ഓൾഡ് മാസ്റ്റർ നീലിനോട് പറഞ്ഞ നിമിഷത്തിൽ നീൽ മനസ്സിലാക്കിയതാണ്. വിധി അനുവദിച്ചിരുന്നുവെങ്കിൽ സിയ ആ ഓൾഡ് മാസ്റ്ററുടെ ചെറുമകൾ ആകേണ്ടതാണ്. ക്യാപിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചെറുമകളെ കാണണം. കണ്ടിട്ട് അവൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തെ മറികടക്കാൻ അവളെ സഹായിക്കണം. നീലിൻ്റെ മാസ്റ്റർക്ക് എങ്ങനെയോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ദൈവികത്വമുള്ള മാന്ത്രികത്വമുള്ള ചില ആളുകൾ ഗണിച്ചു പറഞ്ഞ
ഒരു കാര്യത്തിൽ നിന്നാണ് നീലിൻ്റെ മാസ്റ്റർ ആ കാര്യം മനസ്സിലാക്കിയത്. അയാൾ ചെറുമകളെ പോലെ കാണുന്ന സിയ റൂട്ട്സിന് ഒരു അപകടം വരാൻ പോവുകയാണ്. ആ അപകടത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ആർക്ക് പറ്റും എന്ന് അയാൾ ഗണിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് ഗണിച്ച് കിട്ടിയത് സാക്ഷാൽ നീൽ ഗ്രൂവ്സിൻ്റെ പേരാണ്. നീൽ ഗ്രൂവ്സിൻ്റെ സാന്നിധ്യത്തിൽ സിയ റൂട്ട്സ് അവളുടെ പ്രതിസന്ധിയെ മറികടക്കും. ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ആ ഓൾഡ് മാസ്റ്ററുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഓൾഡ് മാസ്റ്റർ തലസ്ഥാനത്തേക്ക് പോകാൻ തിരിച്ച നീലിനെ റിവർ സിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ചിന്തകളൊക്കെയാണ് നീൽ ഗ്രൂവ്സിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ശരിക്കും നീലിൻ്റെ മനസ്സിൽ ആ മിസ്റ്റർ ലോങ് കടന്നു വന്ന നിമിഷത്തിൽ അവൻ പോലും അറിയാതെ അവൻ്റെ ബോഡിക്കകത്ത് ഒരു ഊർജം അങ്ങനെ ഇരച്ചു കയറുകയാണ്. അതിൻ്റെ ഫലമായി അവൻ്റെ ബോഡിയിൽ നിന്ന് ഒരു ചെറിയ പ്രകാശം പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. അവൻ ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് അവൻ്റെ ബോഡിയിൽ നിന്ന് ചെറിയ അളവിലുള്ള പ്രകാശം പുറത്തേക്ക് വരുന്നത്. ഒരു നേർത്ത ഓറ. ആ ഓറ അങ്ങനെ വരുമ്പോൾ അവൻ്റെ അടുത്തൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഒത്തിരി ദൂരേക്ക് അങ്ങ് അറിയാതെ മാറിപ്പോവുകയാണ്. ശരിക്കും ഒരു അമ്പരപ്പ് അങ്ങനെ മാറുന്ന ആളുകളുടെ കണ്ണുകളിലുണ്ട്. അവർ അത്ഭുതത്തോടെ നീലിനെ നോക്കുകയാണ്. നീലാണെങ്കിൽ ശരിക്കും ഒരു സ്വപ്ന ലോകത്ത് അങ്ങനെ നിൽക്കുകയാണ്. അവൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് ലാൻഡ് ചെയ്തിട്ട് 5 മിനിറ്റെങ്കിലും ആയി കാണും. 5 മിനിറ്റ് ആയിട്ടും അവൻ ആ പ്ലാറ്റ്ഫോമിൽ എവിടെയാണോ ലാൻഡ് ചെയ്തത് അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ പുറകിൽ ആരോ തട്ടി. ഒരു പോർട്ടറാണ്. അയാൾ നീലിനോട് ചോദിച്ചു, ഹേയ് ബ്രദർ, എന്താ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? ആ ചോദ്യം കേട്ടപ്പോഴാണ് നീലിന് ശരിക്കും സ്ഥലകാല ബോധം ഉണ്ടായത്. അവൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് താങ്ക്സ് പറഞ്ഞ് പുറത്തേക്ക് സാവധാനം നടന്നു. ആ ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നീല് ചുറ്റും ഒന്ന് നോക്കി. മാറ്റങ്ങളൊന്നുമില്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട ആ റിവർ സിറ്റി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ചില ബിൽഡിങ്ങുകളൊക്കെ മാറി വലിയ ബിൽഡിങ്ങുകളായിരിക്കുകയാണ്. നീല് അവൻ്റെ കയ്യിലിരിക്കുന്ന ആ തുണ്ട് പേപ്പറിലേക്ക് നോക്കി. അവൻ്റെ മാസ്റ്റർ അവൻ എഴുതി കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സ് അവനൊന്ന് വായിച്ചു. ദി മാഗ്നിഫിഷ്യൻ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ബിൽഡിംഗ് അഡ്രസ്സും ആ പേപ്പറിനകത്തുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നീല് ആ മാഗ്നിഫിഷ്യൻ ഗ്രൂപ്പിൻ്റെ മുന്നിലെത്തി. ആ ഗ്രൂപ്പിൻ്റെ മുന്നിൽ വിശാലമായ പാർക്കിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. ധാരാളം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആകാശത്തേക്ക് അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ആ ബിൽഡിംഗ്. ഏതൊരു വലിയ ഗ്രൂപ്പാണ് ആ മാഗ്നിഫിഷ്യൻ ഗ്രൂപ്പ് എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ ബോർഡിലേക്കും ആ ബിൽഡിങ്ങിലേക്കും നോക്കിയ നീല് ചുറ്റുമൊക്കെ നോക്കി. ഒരു പോഷ് ഏരിയയിലാണ് ആ ബിൽഡിംഗ് നിൽക്കുന്നത്. നീല് അവിടേക്കൊന്ന് നോക്കിയിട്ട് സാവധാനം മുന്നോട്ട് നടന്നു. പ്രധാന ഹാളിലേക്ക് ആർക്ക് വേണമെങ്കിലും കടക്കാൻ കഴിയുന്ന ശൈലിയിലാണ് അവിടുത്തെ സംവിധാനം. ആ ഹാളിൽ കടന്നതിന് ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ അനുവാദം വേണം. വിസിറ്റേഴ്സിന് വരാനുള്ള പ്ലേസിലേക്കാണ് യഥാർത്ഥത്തിൽ നീൽ എത്തിയിരിക്കുന്നത്. 50-100 ആളുകളെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ശൈലിയിൽ വലിപ്പമുള്ള ഒരു വലിയ ഹാളിലേക്കാണ് നീൽ എത്തിയത്. വലിയ ഹോട്ടലിൻ്റെ റിസപ്ഷൻ റൂമിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ ആ ഹാളിനകത്ത് കടക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ നമുക്കൊരു റിസപ്ഷൻ റൂം കാണാം. ആ റൂം ആ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് ഗ്ലാസ്സിന് ഇപ്പുറത്തൂടെ ആ കാഴ്ച കണ്ട നീലിന് മനസ്സിലായി. രാവിലെ ഓഫീസ് തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് ജീവനക്കാരൊക്കെ ആ വിസിറ്റിംഗ് റൂമിൽ എത്തിയതിനു ശേഷം നേരെ കാണുന്ന പ്രധാന വാതിലിലൂടെ റിസപ്ഷനിസ്റ്റുകൾ ഇരിക്കുന്ന ആ ഹാളിലേക്ക് കിടക്കുകയാണ്. ആ ഹാളിനകത്താണ് അനവധി ലിഫ്റ്റുകളുള്ളത്. വിസിറ്റിംഗ് റൂമിൽ ലിഫ്റ്റുകളില്ല. വിസിറ്റിംഗ് റൂമിൽ ശരിക്കും ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ചെറിയ ലൈബ്രറിയും പത്രങ്ങൾ ഇട്ടിരിക്കുന്ന സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്. നീല് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ റിസപ്ഷനിസ്റ്റുകളുള്ള ആ സ്ഥലത്തേക്ക് നേരെ നടക്കുകയാണ്. നീൽ അങ്ങനെ നടന്ന് അവിടെ എത്തുമ്പോൾ 2 സെക്യൂരിറ്റി ഗാർഡുകൾ നീലിനെ തടുത്തു. അവര് നീലിന് നേരെ കൈ നീട്ടി. എന്താ ID കാർഡ്? നീല് നേരത്തെ അങ്ങോട്ട് നടന്നു വരുമ്പോഴും അത് കണ്ടിരുന്നു. അവിടേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ ID കാർഡുകൾ കാണിക്കുന്നതും ആ ID കാർഡ് നോക്കിയിട്ട് അവരെ ആ സെക്യൂരിറ്റി ഗാർഡുകൾ അകത്തേക്ക് കടത്തിവിടുന്നതും. പക്ഷെ നീലിൻ്റെ കയ്യിൽ ID കാർഡില്ല. നീല് ആ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ID കാർഡില്ല. ID കാർഡില്ലേ? പിന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടോ? ഇല്ല, അതുമില്ല. പിന്നെ എങ്ങനെയാ ഇതിനകത്തേക്ക് നിങ്ങൾ കിടക്കുക? നിങ്ങളെന്നെ കടത്തിവിട്ടാൽ ഞാനും കിടക്കുമല്ലോ. ഹേയ്, നിങ്ങളെന്താ ഈ പറയുന്നത്? അങ്ങനെ അങ്ങ് കടത്തിവിടാൻ പറ്റില്ല. അല്ല, എനിക്ക് സിയ റൂട്ട്സിനെ ഒന്ന് കാണണം. സിയ റൂട്ട്സിനെ കാണണമെന്ന് നീല് പറഞ്ഞതും ആ സെക്യൂരിറ്റി ഗാർഡുകളുടെ മുഖം പെട്ടെന്ന് ശരിക്കും വലിഞ്ഞു മുറുകി. ഏയ്, ഞങ്ങളുടെ സിയ പേരെടുത്ത് വിളിക്കുന്നു. നീല് കാണാമെന്ന ആ ലേഡി ആ മാഗ്നിഫിഷ്യൻ ഗ്രൂപ്പിൻ്റെ CEO ആണെന്ന് ആ സെക്യൂരിറ്റികൾ പറഞ്ഞപ്പോഴാണ് നീലിന് മനസ്സിലാകുന്നത്. നീല് ആ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, അവർ CEO ആണോ അല്ലേന്നോ എനിക്കറിയത്തില്ല.
എനിക്ക് ആ ലേഡിയെ ഒന്ന് കാണണം. അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു റിക്വസ്റ്റ് എഴുതി ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ റിസപ്ഷനിൽ കൊടുക്കാം. അവർ കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ റിക്വസ്റ്റ് എത്തിക്കും. റിക്വസ്റ്റ് പരിശോധിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും മാഡത്തെ കാണാം. ആ സെക്യൂരിറ്റിക്കാർ വളരെ ബഹുമാനത്തോടു കൂടിയും അതേസമയം സ്നേഹത്തോടു കൂടിയാണ് നീലിനോടൊന്ന് പറഞ്ഞത്. അത് കേട്ടത് നീല് പറഞ്ഞു, അത് പറ്റത്തില്ല, എനിക്ക് സിയെ കാണണം, കണ്ടാലേ എനിക്ക് പോകാൻ പറ്റൂ. സിയെ കണ്ട കാര്യം പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ക്യാപിറ്റലിലേക്ക് പോകാനായിട്ടാണ് ശരിക്കും നീൽ അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ സിയെ കാണാൻ ആ സെക്യൂരിറ്റിക്കാർ സമ്മതിക്കുന്നില്ല. നീലും സെക്യൂരിറ്റിക്കാരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റിക്കാർ പെട്ടെന്ന് നീലിൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി നീല് കയറി വന്ന ഭാഗത്തേക്ക് നോക്കുന്നത് നീല് ശ്രദ്ധയപ്പെട്ടു. നീലും തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാനും കാറുകൾ അവിടെ നിന്ന് നിൽക്കുകയാണ്. പോഷ് കാറുകളാണ്. ആ കാറുകളിൽ നിന്ന് അതിവേഗതയിൽ ഏതാനും ആളുകൾ ഇറങ്ങി ഈ വിസിറ്റേഴ്സ് റൂമിലേക്ക് കടന്ന് ആ സെക്യൂരിറ്റിക്കാർ നിൽക്കുന്ന വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ എത്തിയ ആളുകൾ ആ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് CEO മിസ് സിയ റൂട്ട്സിനെ ഒന്ന് കാണണം. സോറി മാഡം എത്തിയിട്ടില്ലല്ലോ. ആ ചെറുപ്പക്കാർ അത് പറഞ്ഞതും ആ സെക്യൂരിറ്റിക്കാർ സിയ എത്തിയിട്ടില്ല എന്ന കാര്യം അവരോട് പറഞ്ഞു. അത് കേട്ടതും ആ ചെറുപ്പക്കാർ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ എത്തിയ ആ ആളുകൾ വിസിറ്റേഴ്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്ന് അവിടെയുള്ള മനോഹരങ്ങളായ ആ പോഷ് കസേരകളിരുന്നു. അത് കണ്ടതും നീലും അവർക്ക് നേരെ നടന്നു തുടങ്ങി. എന്തായാലും സി അവിടെ ഇല്ല എന്നുള്ള കാര്യം നീലിന് ഉറപ്പായി. നീല് നടന്നു വന്ന് ആ കോട്ട് സ്യൂട്ട് എത്തിയ ആളുകൾ ഇരിക്കുന്ന സീറ്റുകൾക്ക് അടുത്തുള്ള ഒഴിഞ്ഞു കിടന്ന ഒരു സീറ്റിൽ വന്നിരുന്നു. അത് കണ്ടതും ആ സെക്യൂരിറ്റിക്കാരിൽ ഒരാൾ അതിവേഗം നീലിനടുത്തേക്ക് എത്തി. നിന്നോടാരാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ? ഞാൻ സിയ റൂട്ട്സിനെ കാണാൻ വന്നതാണ്. അവരെത്തിയിട്ടില്ലല്ലോ, അവരെത്തുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചീഫിനെ കാണണമെങ്കിൽ നിങ്ങൾ ഒരു റിക്വസ്റ്റ് എഴുതി എൻ്റെ കയ്യിൽ തരണമെന്ന്. ആ റിക്വസ്റ്റ് ഞാൻ റിസപ്ഷനിൽ കൊടുക്കും, അവരത് കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും. അവർ പരിശോധിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് നൽകും. ഞാനിത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞതനുസരിച്ച് കാര്യം ചെയ്യാതെ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ നൽകിയത്? ആ സെക്യൂരിറ്റിക്കാരൻ വളരെ വ്യക്തമായിട്ടാണ് ആ ചോദ്യം നീലിനോട് ചോദിച്ചത്. അത് കേട്ടതും നീല് ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, അല്ല, ഈ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് എഴുതി നൽകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. നീ അവരുമായി കമ്പയർ ചെയ്യുന്നു. അവർ വന്ന വാഹനം ഏതാണെന്ന് നീ കണ്ടോ? അവർ നീയും ഒരുപോലെയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നീലിൻ്റെ അടുത്തിരിക്കുന്ന ആ കോട്ട് സ്യൂട്ടിട്ട വ്യക്തികൾ ശരിക്കും ബിസിനസ് ചെയ്യാനായി വന്ന ആളുകളാണെന്ന് വ്യക്തമാണ്. നീലാണെങ്കിൽ ഒരു ടീഷർട്ടും ഒരു സാധാ പാൻസുമാണ് ധരിച്ചിരിക്കുന്നത്. തലയിലൊരു തൊപ്പിയുമുണ്ട്. നീലിനെ കണ്ടാലറിയാം ഏതോ സഹായം അന്വേഷിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് നീലെന്ന്. അതുകൊണ്ടാണ് ആ സെക്യൂരിറ്റി ആ ഡയലോഗ് പറഞ്ഞത്. അത് കേട്ടതും നീൽ അയാളോട് പറഞ്ഞു, നോക്കേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നിങ്ങളോടല്ല പറഞ്ഞത് CEO ഇപ്പോൾ വരില്ലെന്ന്? CEO ഇപ്പോൾ വരില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവരെന്തായാലും വരുമല്ലോ, വരുന്നതുവരെ ഞാനിവിടെ ഇരിക്കാം. അങ്ങനെ നീല ഉറപ്പിച്ച് പറഞ്ഞതും ഈ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് അകത്തേക്കുള്ള വാതിലിൻ്റെ ഭാഗത്തെ കാവൽ നിൽക്കുന്ന രണ്ടാമത്തെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് നടന്നു വന്നു. എന്താ ബ്രദർ, അവൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഇല്ല, അവൻ ശരിക്കും ധിക്കാരം കാണിക്കുകയാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൂളായിട്ട് നടന്ന് നീലിൻ്റെ അടുത്തെത്തി. നീലിൻ്റെ അടുത്തേക്ക് വന്ന അയാൾ നീലിൻ്റെ കോളർ പിടിച്ച് തൂക്കിയെടുക്കാനാണ് വന്നത്. അയാളുടെ കൈ നീലിൻ്റെ കോളറിലേക്ക് എത്തിയതും തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. നീല് അവൻ്റെ ആ കൈയിലെങ്ങ് പിടിച്ചു. കൈ പിടിച്ചു എന്ന് മാത്രമല്ല, ആ കൈ പിടിച്ച് ഒന്ന് തിരിക്കുകയും ചെയ്തു. തിരിച്ചിട്ട് നീല് ആ ഇരുന്നിടത്തിരുന്നുകൊണ്ട് തന്നെ വലത് കാലുപൊക്കി ആ സെക്യൂരിറ്റിയെ ഒരൊറ്റ ചവിട്ട്. ശരിക്കും അവിടെ ഒത്തിരി സന്ദർശകരുണ്ട്. ആ മുഴുവൻ സന്ദർശകരും അമ്പരപ്പോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയിൽ ഒരാൾ അവിടെ ഒരു ചുവരിലിടിച്ച് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ആ സെക്യൂരിറ്റിയുടെ നടുവ് ഏതാണ്ട് ഒടിഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു കൈ അനക്കാൻ അയക്ക് പറ്റുന്നില്ല. ഈ കാഴ്ച കണ്ട നീലിനോട് ആദ്യമേ സംസാരിച്ച ആ സെക്യൂരിറ്റി ദേഷ്യത്തോടെ അയാളുടെ ബാറ്റിനടുത്ത് നീലിനെ ആഞ്ഞൊരൊറ്റയാടി. അയാളെ ബാറ്റും കൊണ്ട് അതിശക്തമായി നീലിനെ അടിച്ചതും നീൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീക്കാതെ ആ ബാറ്ററിലേക്ക് അയാളുടെ ഇടത് കൈകൊണ്ട് ഒരൊറ്റ ഇടി. ആ ഇടി ആ ബാറ്ററിൽ പതിച്ച ആ നിമിഷത്തിൽ ആ ബാറ്റൻ തവിട് പൊടിയായി. അതിനു പുറമെ ആ ഇടിയുടെ ശക്തിയിൽ ആ ബാറ്റൻ പിടിച്ചിരുന്ന ആ സെക്യൂരിറ്റിയുടെ കൈ ഒന്ന് ഒടിഞ്ഞു തൂങ്ങി. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് സംഭവിക്കുന്നത്. ആ കൈ ഒടിഞ്ഞു തൂങ്ങിയ സെക്യൂരിറ്റിക്കാരൻ ഒത്തിരി പുറകോട്ട് തെറിക്കുകയും ചെയ്തു.
ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കിയതാണ് നീല് ആ രണ്ടാമത്തെ സെക്യൂരിറ്റിയും ഇടിച്ചു തെറിപ്പിച്ചത്. നീലിന്റെ അടുത്തിരിക്കുന്ന ആ ബിസിനസ് എക്സിക്യൂട്ടീവുകളൊക്കെ പെട്ടെന്ന് ചാടി എണീറ്റ് സൈഡിലേക്ക് മാറി. ഒരു വല്ലാത്ത ഭയം ആ ആളുകൾക്ക് പെട്ടെന്ന് നീലിന്റെ സാമീപ്യത്തിൽ തോന്നുകയാണ്. ഇതേ സമയത്ത് അവിടെ വേറെ സന്ദർശകരുണ്ട്. അവരൊക്കെ വല്ലാത്തൊരു ഭാവത്തോടെ നീലിനെ നോക്കുമ്പോഴേക്കും ശബ്ദം കേട്ട് അകത്തുനിന്ന് ഒത്തിരി സെക്യൂരിറ്റിക്കാർ അവിടേക്ക് ഓടിയെത്തി. ഏകദേശം ഒരു ഡസനോളം സെക്യൂരിറ്റിക്കാർ വരും. ഓടിയെത്തിയ ആ സെക്യൂരിറ്റിക്കാർ തറയിൽ കിടക്കുന്ന ആ 2 സെക്യൂരിറ്റി ഗാർഡുകളെയും കണ്ടു. ഓടിയെത്തിയ ആളുകളുടെ കൂട്ടത്തിലെ ലീഡർ ആ സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചു, എന്ത് പറ്റി ചീഫ്? അവൻ നമ്മളെ തല്ലി. നീലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ രണ്ടാമത് ഇഡിയറ്റ് വീണ ആളാണ് ആ ഡയലോഗ് പറഞ്ഞത്. ആ സെക്യൂരിറ്റിക്കാരൻ തറയിൽ കിടന്നുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് ആ സെക്യൂരിറ്റിയുടെ ചീഫ് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് അവിടെ ഒരു കസേരയിൽ ചാരിയിരിക്കുകയാണ്. ശരിക്കും അയാൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളുമായി ആ ചെറുപ്പക്കാരന് ഒരു ബന്ധവുമില്ലാന്ന് ആ ഇരിപ്പ് കാണുന്ന ആർക്കും തോന്നും. ആ കാഴ്ച കണ്ടതും ലേശം അമ്പരപ്പോടെ ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തറയിൽ വീണ് കിടക്കുന്ന ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, അവനോ? അതെ ചീഫ്, അവൻ തന്നെയാണ്. അത് കേട്ടതും ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അയാളുടെ പുറകിൽ നിൽക്കുന്ന ആ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവനെ പിടിച്ചെണീപ്പിച്ച് അവൻ്റെ കൈയും കാലും അടിച്ചൊടിച്ചിട്ട് അവനെടുത്ത് റോഡിലേക്ക് എറിഞ്ഞേരെ. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അവർ സാധാരണ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലാണ്. ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ ആജ്ഞ കേട്ടതും 4-5 ചെറുപ്പക്കാർ ആ സെക്യൂരിറ്റി യൂണിഫോമിൽ ഒന്ന് കുതിച്ച് നീലിന്റെ അടുത്തെത്തി. നീൽ ആ സമയത്ത് തൊപ്പി തലയിൽ വെച്ച് കസേരയിൽ അങ്ങനെ ചാരി ഇരിക്കുകയാണ്. നീലിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയ സെക്യൂരിറ്റിക്കാരിൽ 2 പേർ നീലിന്റെ കയ്യിൽ പിടിക്കാനായി ഒന്ന് കുനിഞ്ഞ് കൈ പിടിച്ചതാണ്. കൈ പിടിച്ച് അവർ നീൽ അങ്ങ് വലിച്ചു. പക്ഷേ നീല് ആ കസേരന്ന് എണീറ്റില്ല. വളരെ കൂളായി നീലിനെ വലിച്ചെടുത്ത് ആ ഹാളിന്റെ നടുക്കോട്ടിട്ട് അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടാമെന്ന് ധരിച്ചുകൊണ്ടാണ് അവര് 2 പേരും നീലിന്റെ കൈ പിടിച്ച് വലിച്ചത്. പക്ഷെ നീലിന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് നീല് ആ സീറ്റിൽ നിന്ന് പൊങ്ങാതായതും ആ 2 സെക്യൂരിറ്റിക്കാരും മുഖത്തോട് ഒന്ന് നോക്കിയിട്ട് വീണ്ടും ശക്തമായി നീലിനെ വലിച്ചു തുടങ്ങി. വലിച്ചിട്ട് ഒരു അനക്കമില്ല. അവനെ കൂളായിരിക്കുകയാണ്. ഒരു മലയെ നമ്മളിങ്ങനെ വലിച്ചാൽ മല അനങ്ങത്തില്ലല്ലോ, അതുപോലെ ഒരു അവസ്ഥ. ശരിക്കും ഈ കാഴ്ച ഹാളിനകത്തുള്ള സന്ദർശകരിലെല്ലാം വല്ലാത്തൊരു അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീലിനെ വലിച്ചെണീപ്പിക്കാൻ ശ്രമിച്ച 2 സെക്യൂരിറ്റിക്കാരുടെയും മുഖത്ത് ഒരു ചമ്മൽ. ദേഷ്യം വന്ന അവർ കൈ ചുരുട്ടി നീലിന്റെ കവളിലേക്ക് ആഞ്ഞൊരൊറ്റയിടി. ആ 2 മുഷ്ടികളും ഒരുമിച്ച് നീലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. നീലിന്റെ മുഖത്തിന്റെ ഇടതുഭാഗവും വലതുഭാഗവും ലക്ഷ്യമിട്ടുകൊണ്ട് ആ 2 മുഷ്ടിയും പാഞ്ഞു വരുമ്പോൾ നീലിന്റെ 2 കൈയും മുകളിലേക്ക് ഉയർന്നു. ആ മുഷ്ടികൾ നീലിന്റെ മുഖത്തെത്താറായതും അതിലങ്ങ് പിടിച്ചു. 2 കൈകളിലും പിടിച്ച നീല് കണ്ണങ്ങ് തുറന്നു. കണ്ണു തുറന്ന നീല് ആ കൈകൾ പിടിച്ചൊന്ന് തിരിച്ചു. നീല് കൈ ഇങ്ങനെ തിരിക്കുമ്പോൾ ടക് 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 എന്ന ശബ്ദത്തോടുകൂടി കൈകൾ ഒടിയുന്ന ശബ്ദവും ആ സെക്യൂരിറ്റിക്കാരുടെ അലറിയുള്ള കരച്ചിലും ആ ഹാളിൽ വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആ സെക്യൂരിറ്റിക്കാരുടെ കൈ ഇങ്ങനെ ഒടിയുമ്പോഴേക്കും നീല ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ആ ഒടിഞ്ഞ കൈ ഒന്ന് പ്രസ് ചെയ്തു. ശരിക്കും ഒരു വൺ ഫോഴ്സിൽ ആ കൈ ഒടിഞ്ഞ ആ 2 സെക്യൂരിറ്റികളും തൊട്ട പുറകിലുള്ള 4 സെക്യൂരിറ്റികളുടെ പുറത്തടിച്ച് താഴേക്ക് വീണു. അങ്ങനെ ഇടിച്ചപ്പോൾ ആ 4 പേരും കൂടി താഴേക്ക് വീഴുകയാണ്. 6 സെക്യൂരിറ്റിക്കാരാണ് നീലിന് നേരെ ഓടി വന്നത്. ആ 6 പേര് ഇപ്പൊ താഴെ വീണിരിക്കുകയാണ്. താഴെ വീണ 4 പേർക്ക് വലിയ പരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ വേഗം ചാടി എണീറ്റു. ഈ കാഴ്ച കണ്ടുകൊണ്ടുന്ന ബാക്കിയുള്ള 6 പേരും കൂടി ഓടി നീലിന്റെ അടുത്തെത്തി. ഇപ്പോ ആ 10 ടീം നീലങ്ങ് വളഞ്ഞിരിക്കുകയാണ്. നീല് എണീറ്റു. ആ വളഞ്ഞു നിൽക്കുന്ന 10 പേരും നീലങ്ങനെ നോക്കുമ്പോഴേക്കും ആ 10 പേരും അവരുടെ കയ്യിലെ ബാറ്റനുകൾ കയ്യിലെടുത്തു കഴിഞ്ഞു. ഇതുപോലുള്ള ഒരുപാട് ഗുണ്ടകളെ അടിച്ചൊതുക്കിയിട്ടുള്ള ആ സെക്യൂരിറ്റി ഗാർഡുകൾ ആ ബാറ്റനുമായി നീലിന്റെ അടുത്തേക്ക് ഒന്ന് കുതിക്കുന്നതാണ് ആ സമയത്ത് ആളുകൾ കാണുന്നത്. പക്ഷെ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ശരിക്കും ആ എൻറ്റയർ സദസ്സും നിശബ്ദരായി വാ പൊളിച്ച് തറയിൽ ഒന്ന് നോക്കി പോവുകയാണ്. നീലിനെ ആക്രമിച്ച 10 ആളുകളും തറയിൽ അങ്ങനെ കിടക്കുകയാണ്. സകലരുടെയും കൈയോ കാലോ ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്. അവർ നീലിനെ അടിക്കാൻ ഉപയോഗിച്ച ബാറ്റനുകൾ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഏതാണ്ട് പൊടിയായി മാറിയെന്ന് പറയാം. നീലിനെ ബാറ്റൻ കൊണ്ട് അടിച്ച ആദ്യത്തെ ആളുടെ ആ ബാറ്റനിലേക്ക് നീലിന്റെ കൈ പതിഞ്ഞതും ആ ബാറ്റൻ അനവധി ചെറു കഷ്ണങ്ങളായി അങ്ങ് ചിതറിയിരുന്നു. അത് തന്നെയാണ് തുടർന്ന് മറ്റുള്ളവർക്ക് സംഭവിച്ചത്. ഒരു കാറ്റ് പോലെ നീല് ആ 10 പേർക്കിടയിലൂടെ പാഞ്ഞു പോകുന്നത് പലരും വല്ലാത്തൊരു അമ്പരപ്പോടെ കണ്ടിരുന്നു. ആ കാറ്റ് നിൽക്കുമ്പോഴേക്കും ആ 10 ആളുകളും തറയിൽ കിടക്കുകയാണ്. ശരിക്കും ഈ സമയത്ത്
കണ്ണു തള്ളി നിൽക്കുന്നത് ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ്. ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ് നീലിനെ പിടിച്ചു കെട്ടാനും തല്ലി കൈയും കാലും ഒടിച്ച് റോഡിലേക്ക് എറിയാനും ആ സെക്യൂരിറ്റിക്കാർക്ക് നിർദ്ദേശം കൊടുത്തത്. അയാൾ ആ നിർദ്ദേശത്തെക്കുറിച്ച് മനസ്സിൽ ആലോചിച്ച ആ നിമിഷത്തിൽ അയാളുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അയാളുടെ തൊട്ട് മുമ്പിൽ ഇപ്പോ നീല് നിൽക്കുകയാണ്. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ ഒരു കൈ അയാളുടെ നെഞ്ചി പതിച്ചതുപോലെ അയാൾക്ക് തോന്നി. അടുത്ത നിമിഷത്തിൽ അയാൾ ഇങ്ങനെ പറക്കുകയാണ്. അയാൾ അവിടെയുള്ള ഒരു ചുവരിലിടിച്ച് ഒരു ശബ്ദത്തോടുകൂടി താഴേക്ക് വീണു. അമ്പരപ്പിക്കുന്ന ആ കാഴ്ച സ്വാഭാവികമായിട്ടും അകത്തുണ്ടായിരുന്ന പല സ്റ്റാഫുകളെയും പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടേക്ക് ഓടിയെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ പല നിലകളിലുമുള്ള സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. ഈ ബിൽഡിങ്ങിന് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരും ഉണ്ട്. എല്ലാം കൂടി ഒരു 50ഓളം ആളുകൾ വരും. മാഗ്നിഫിഷ്യന്റ് ഗ്രൂപ്പ് ശരിക്കും ആ റിവർ സിറ്റിയിലെ പ്രമുഖമായ ഒരു സ്ഥാപനമാണെന്ന് വിളിച്ചു പറയത്തക്ക ശൈലിയിൽ ഒത്തിരിയേറെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആ ഹാളിനകത്തേക്ക് ഇരച്ചു കയറിയതും പല സ്ഥലത്തുനിന്നായി സ്റ്റാഫ് മെമ്പേഴ്സും അവിടേക്ക് ഓടിയെത്തി. ആ സെക്യൂരിറ്റിക്കാർ പെട്ടെന്ന് നീലിനങ്ങ് വളഞ്ഞു. നീലിന് ആ സെക്യൂരിറ്റിക്കാർ വളഞ്ഞതും ആ സെക്യൂരിറ്റിക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഉറക്കെ നീലിനോട് പറഞ്ഞു, ഇവിടെ ഈ ശൈലിയിലൊരു പെരുമാറ്റം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇത് സംഭവിക്കാതിരിക്കാൻ നിന്നെ ഈ നിമിഷം ഞങ്ങൾ അവസാനിപ്പിക്കും. മാഗ്നിഫിഷ്യൻ ഗ്രൂപ്പിന് അതിൻ്റെതായ ഒരു അസ്തിത്വം, ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ വെയിറ്റ് ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ ശബ്ദത്തിൽ പ്രതിഫലിക്കുകയാണ്. ഈ ഓരോ നിലകൾക്കും ഓരോ സെക്യൂരിറ്റി ഓഫീസർമാരുണ്ട്. ആ എല്ലാ ഓഫീസർമാരെയും നിയന്ത്രിക്കുന്ന കക്ഷിയാണ് ഇപ്പോ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അയാൾക്ക് ചുറ്റും നിൽക്കുന്ന ആ 50ഓളം വരുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സിനെയും സെക്യൂരിറ്റി ഗാർഡുകളെയും ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, അവനെ മുട്ടുകാലിന് താഴെ വെടിവെച്ച് അവനങ്ങ് വീഴ്ത്തു. കേൾക്കേണ്ട താമസം അനവധി ഗണ്ണുകൾ നീലിന് നേരെ ചൂണ്ടപ്പെടുകയാണ്. ആ ഗണ്ണുകൾ അതിന്റെ ലോക്ക് മാറ്റുന്ന ശബ്ദം തുടർച്ചയായി അവിടെ ഇങ്ങനെ മുഴങ്ങുമ്പോൾ നീല് തന്റെ ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. ആ നിമിഷത്തിൽ ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നീലിനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, കൈകൾ രണ്ടും പുറകിൽ കെട്ടി തറയിലേക്ക് മുട്ടുകുത്തും. ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആ ഡയലോഗ് പറഞ്ഞതും നീല് അയാളെ ഒന്ന് നോക്കി. മുട്ടുകുത്താനോ? ഞാനോ? നീല് ആ ചോദ്യം ചോദിച്ചതും ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അയാളുടെ ഇടതും വലതും നിൽക്കുന്ന ആ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ ഒന്ന് നോക്കി. ഫയർ ചെയ്യാനുള്ള നിർദ്ദേശമാണ് ആ നോട്ടമെന്ന് മനസ്സിലായ അവർ പെട്ടെന്ന് ഗണ്ണുകൾ നീലിന് നേരെ തിരിച്ചതും ഒരു ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി അവിടേക്ക് ഓടിയെത്തി. അവള് ആ സെക്യൂരിറ്റിക്കാരുടെ ഇടയിലൂടെ ആ ഹാളിന്റെ നടുക്ക് ഓടിയെത്തിയതും ശരിക്കും അവള് സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. അവള് ആ സെക്യൂരിറ്റികൾ വളഞ്ഞു നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയ നിമിഷത്തിലാണ് അവള് സ്തംഭിച്ചു പോയത്. അവൾക്ക് നല്ല പരിചയമുള്ള ഒരു മുഖം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുഖവുമായി ആ ചെറുപ്പക്കാരന്റെ മുഖത്തിന് വല്ലാത്തൊരു സാമ്യമുണ്ട്. ആ ക്ലാസ്മേറ്റിന്റെ അച്ഛനും അമ്മയും 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്ലൗഡ് ലേക്ക് മാനറിൽ നടന്ന ആ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. അവളാണ് അവളുടെ ക്ലാസ്മേറ്റിന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങി സെമിത്തേരി കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തത്. അന്ന് ആ മിസ്റ്റർ ലോങ് എന്ന് വിളിക്കപ്പെട്ട ആളിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ആ റിവർ സിറ്റിയിലെ ഒട്ടുമുക്കാൽ ആളുകളും അന്ന് അവിടെ കൊല്ലപ്പെട്ട ആ 2 ആളുകളുടെയും ഡെഡ് ബോഡികൾ സ്വീകരിക്കാനോ അതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനോ വിസമ്മതിച്ചപ്പോഴാണ് ഏകദേശം 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി അവളുടെ ക്ലാസ്മേറ്റിന്റെ അച്ഛന്റെ അമ്മയുടെയും ഡെഡ് ബോഡികൾ ഏറ്റുവാങ്ങുന്നതും സകലരുടെയും അഭിപ്രായങ്ങളെ മറികടന്നുകൊണ്ട് ആ ഡെഡ് ബോഡികൾ കല്ലറ കൊണ്ടുവന്ന് അടക്കുന്നതും. ആ സംഭവവികാസങ്ങളെയൊക്കെ പെട്ടെന്ന് ഒരു ചലച്ചിത്രം പോലെ ആ യുവതിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിന് സമീപത്തൂടെ ഒഴുകുന്ന ആ കോയിൻ ലേക്ക് റിവറിലേക്ക് അവളുടെ ക്ലാസ്മേറ്റിനെ അവന്റെ അമ്മ എടുത്തെറിഞ്ഞ കാര്യം അവൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ആ നദിയിലെ ശക്തമായ ഒഴുക്കിൽ ആ കുട്ടി അങ്ങ് മുങ്ങിപ്പോവുകയായിരുന്നു. ആ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പക്ഷെ ആ കുട്ടിയുടെ നല്ല മുഖസാമ്യം ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. അവളങ്ങനെ അമ്പരപ്പോടെ നീലിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നീലും ശരിക്കും സ്തംഭിച്ച് നിൽക്കുകയാണ്. അവനിപ്പോ സ്കൂളിൽ പഠിച്ചിരുന്ന സോനയാണ് അവനിപ്പോ കാണുന്നത്. സോന ഇവാൻസ് അവന്റെ മനസ്സിൽ ഈ കഴിഞ്ഞ 8 കൊല്ലവും ഉണ്ടായിരുന്നു. അവന് ആ റിവർ സിറ്റിയിൽ പരിചയമുള്ള ഇഷ്ടമുള്ള ഒരാളായിരുന്നു സോന. ആ സോന അന്ന് അവൻ കണ്ട ശൈലിയിലും രൂപത്തിലുമല്ല ഇപ്പോ അവന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ സോന അതിസുന്ദരിയാണ്. ഇപ്പൊ സോനയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അതുകൊണ്ട് തന്നെ ശരിക്കും സോന അവിടേക്ക് ഓടി വന്ന് ആ സെക്യൂരിറ്റിക്കാരോട് നിർത്താൻ ആവശ്യപ്പെട്ട ആ നിമിഷത്തിൽ സെക്യൂരിറ്റിക്കാരും അതുപോലെ അവിടെയുള്ള സന്ദർശകരൊക്കെ സോനയെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ സോനയോട് ചോദിച്ചു, ഡയറക്ടർ സോന, ഈ ചെറുപ്പക്കാരൻ നിക്ക് ഞാൻ പറയട്ടെ. സോന അല്പം ശ്വാസം എടുക്കുകയാണ്. അവളുടെ കണ്ണുകൾ ആ നിമിഷത്തിലും നീലിൽ തന്നെയാണ്. അവള് സാവധാനം നടന്ന് നീലിന്റെ അടുത്തേക്ക് വന്ന്
നീലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിങ്ങളെന്താ ഇവിടെ കാണിച്ചു കൂട്ടിയത്? അത് കേട്ടതും നീല് പറഞ്ഞു, എനിക്ക് സിയ റൂട്ട്സിനെ ഒന്ന് കാണണം. സിയ റൂട്ട്സ് ആ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആ സിയ റൂട്ട്സിനെ കാണണമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും സോന ആ ചെറുപ്പക്കാരനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. തല മുതൽ കാൽപാദം വരെ അവള് സ്കാൻ ചെയ്തു എന്ന് പറയാം. അവൾ ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, അത് ശരി, നമ്മുടെ സിഇഒ കാണാനായി എത്തിയത് അപ്പോ ആ കാര്യത്തിന് വേണ്ടിയാണല്ലേ? അവൾ അങ്ങനെ പറഞ്ഞപ്പോ നീല് അമ്പരപ്പോടെ സോനയുടെ മുഖത്തേക്ക് നോക്കിയാണ്. ഇനി ഇവൾക്ക് കാര്യം മനസ്സിലായോ? അങ്ങനെ നീൽ ആലോചിക്കുമ്പോൾ സോന അവനോട് പറഞ്ഞു, ഇവിടെ നിങ്ങളെപ്പോലുള്ള ഒത്തിരി ആളുകൾ സ്ഥിരമായി വരാറുണ്ട്. അവരുടെ കയ്യിൽ ആ മരുന്നിന്റെ ഫോർമുല ഉണ്ട്, ഈ മരുന്നിന്റെ ഫോർമുല ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വരിക. അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങള് തൂക്കിയെടുത്ത് പുറത്തു കളയാണ് പതിവ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ ഉദ്ദേശത്തിലാ വന്നതെന്ന്. സുഹൃത്തെ, ഞാൻ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ വലിയൊരു റിസർച്ച് ടീമുണ്ട്. അവര് ഇഷ്ടംപോലെ ഫോർമുലകൾ ഉണ്ടാക്കുന്നുമുണ്ട്. ആ ഫോർമുലകൾ അനുസരിച്ചാണ് ഞങ്ങൾ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ ഫോർമുലയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അതൊരു ഉപജീവന മാർഗമാണ്. നിങ്ങൾ തൽക്കാലം ഇവിടെ നടന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ പോവാൻ നോക്ക്. സോന ആ റിസർച്ച് ടീമിനെ കുറിച്ചും മരുന്നിനെ കുറിച്ചും സൂചിപ്പിച്ചപ്പോൾ നീല് അതിനനുസരിച്ച് സോനയോട് മറുപടി പറഞ്ഞു, അതെ, ഞാനും ഒരു മരുന്നിന്റെ ഫോർമുല വിൽക്കാനാണ് ഇവിടെ എത്തിയത്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ഞങ്ങൾ എന്തായാലും കേസ് എടുക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരാളെ നിങ്ങൾ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആ ആള് എനിക്ക് ഏറെ വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന ആ ചീഫ് ഓഫീസറോടായി സോന പറഞ്ഞു, മിസ്റ്റർ ജോർജ് വിട്ടേക്ക്, ഞാൻ CCTV വിഷ്വലുകൾ നോക്കിയായിരുന്നു. ആ സെക്യൂരിറ്റിക്കാർ ഈ ചെറുപ്പക്കാരനോട് പെരുമാറിയ രീതി നമ്മുടെ കമ്പനിക്ക് യോജിച്ചതല്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. തൽക്കാലം അവരെ ഹോസ്പിറ്റലാക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് സോന അതിവേഗം അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സോന അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അവളുടെ നീല നിറത്തുള്ള ബീറ്റിൽ കാറിലേക്ക് കയറി. കാറിലേക്ക് അവൾ കയറിയ ആ നിമിഷത്തിൽ അവളുടെ ആ കാറിന്റെ ഫ്രണ്ട് സീറ്റ് തുറന്ന് നീലും കൂടി കൂടെ കയറി. തന്റെ കാറിലേക്ക് ഇടിച്ചു കയറിയ നീലിനെ കണ്ട സോന നീലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ കാറിലേക്ക് കയറിയ? എനിക്ക് ഈ റിവർ സിറ്റിയിൽ വേറെ ആരെയും പരിചയമില്ല. ഈ രാത്രി തങ്ങാൻ എനിക്കൊരു സ്ഥലം വേണം. അതിനേതെങ്കിലും ഹോട്ടൽ മുറിയെടുത്ത പോരെ, പക്ഷെ അതിന് പണം കൊടുക്കണ്ടേ? അത് കേട്ടതും സോന അറിയാതെ ചിരിച്ചുപോയി. അത് കൊള്ളാം, അപ്പോ കയ്യിലൊന്നും ഇല്ല അല്ലേ? അങ്ങനെ പറഞ്ഞ അവൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ബെൽറ്റ് ഇടുമ്പോൾ നീലും ബെൽറ്റ് ഇട്ടു. വണ്ടി ഓടിക്കുന്നിടയിൽ സോന നീലിനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? ഞാൻ നീൽ ഗ്രോ ഗിബ്സൺ എന്നാണ്. നീൽ ഗ്രോ ഗിബ്സൺ. നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ സുഹൃത്ത് നീൽ ഗ്രീവ്സുമായി ബന്ധമുള്ള പേരാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ ആ നീൽ എന്നുള്ള പേര് എനിക്കങ്ങ് ഇഷ്ടമായ സ്ഥിതിക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാനേ ഇപ്പൊ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ ഈ ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. അവരെന്നെ മദ്യപിക്കാൻ നിർബന്ധിക്കും. അവിടെ നിന്ന് എന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നിന്നെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടാണ്. അത് കേട്ടപ്പോൾ നീലി ചിരിച്ചു. അതെന്തായാലും നന്നായി, നമ്മള് നല്ല ജോഡിയാണ്. ആ ഡയലോഗ് വേണ്ട. ഇന്നത്തേക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആയാൽ മതി. പിന്നെ ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് സോന ഇവാൻസ് എന്നാണ്. ഞാൻ ഈ മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് മറ്റ് കമ്പനികൾ നടത്തുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ സോന ബാധ്യസ്ഥയാണ്. മറ്റ് കമ്പനികളുമായി സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ മത്സരിക്കേണ്ടി വരും, സഹകരിക്കേണ്ടി വരും. ആ മാർക്കറ്റിംഗ് മത്സരത്തിന്റെയും സഹകരണത്തിന്റെ ഭാഗമായി ധാരാളം മീറ്റിംഗ് നടക്കും. ആ മീറ്റിങ്ങുകളിൽ പലപ്പോഴും മദ്യം ഒരു അവിഭാജ്യ ഘടകമാണ്. സോനയ്ക്കാണെങ്കിൽ മദ്യപിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഈ സദസ്സിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ സോനയ്ക്ക് ചുറ്റും കൂടും. സോന ഹോട്ടലിലേക്ക് യാത്ര ചെയ്യുന്നിടയിൽ നീലിനോട് ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഒരു അടിപൊളി ഹോട്ടലിലേക്കാണ് അവരുടെ വാഹനം എത്തിയത്. വാഹനം നിർത്തി അവർ രണ്ടുപേരും കൂടി അവിടുത്തെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ വലിയ വലിയ ടേബിളുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓരോ ടേബിളിന് ചുറ്റും ഒത്തിരിയേറെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ സീനിയേഴ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും ബിസിനസ് ചർച്ചകളും പരസ്പരമുള്ള പരിചയപ്പെടലുകളും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കലും ഒക്കെ നടക്കുന്നത് ആ ടേബിളിന് ചുറ്റുമാണ്. അകത്തേക്ക് കിടന്ന നീല് ആ ഹാളൊന്ന് സൂക്ഷിച്ചു നോക്കി. അവന് പരിചയമുള്ള ഒരു മെക്കാനിസമാണ് അവൻ കാണുന്നത്. 16 വയസ്സ് വരെ അവൻ ജീവിച്ച ഈ റിവർ സിറ്റിയിൽ അവന്റെ പിതാവിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ്. ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഇതുപോലെ പല പാർട്ടികളും സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും അമ്മയ്ക്കൊപ്പം അവനും ആ പാർട്ടിയിൽ എത്തിയിട്ടുണ്ട്. അവന്റെ പിതാവാണ് ആ പാർട്ടിയുടെ പ്രധാന സംഘാടകൻ. അന്ന് ഇതുപോലെ
മേശയ്ക്ക് ചുറ്റുമിരുന്ന് മദ്യപിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ആളുകളെ അവനെ കണ്ട് പരിചയമുണ്ട്. അവനന്ന് ജൂനിയറാണ്, മദ്യപിക്കാനുള്ള പ്രായമായിട്ടില്ല. അന്ന് കണ്ട കാഴ്ചകളൊക്കെ ഇപ്പോ നീലിന്റെ ആ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. നീല് ആ കാഴ്ചയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സോന നീലിനോട് പറഞ്ഞു, നീൽ പ്ലീസ് കം. അങ്ങനെ പറഞ്ഞ് അവള് മുന്നോട്ട് വന്നു. അവള് ഏകദേശം ഒരു 10-20 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ പല ആളുകളും സോനയെ കണ്ടു. സോന ശരിക്കും അന്ന് ആ ഹാളിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായി ആ നിമിഷം മാറുകയാണ്. സോന അണിഞ്ഞിരിക്കുന്നത് അതിമനോഹരമായ ഇളം നീല നിറത്തിലുള്ള ഒരു ടോപ്പും അതിന് മാച്ച് ചെയ്യുന്ന ഒരു സ്കർട്ടുമാണ്. സൗന്ദര്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും സോനയിൽ ആർക്കും കാണാം. അതിസുന്ദരിയായ സോനയിലേക്ക് സ്വാഭാവികമായിട്ടും ആ ഹാളിനകത്തുള്ള ആണിന്റെയും പെണ്ണിന്റെയും കണ്ണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണു. സകല ആളുകളുടെയും കണ്ണുകൾ സോനയിലേക്ക് തിരിഞ്ഞ ആ നിമിഷത്തിൽ ഒരു ടേബിളിനടുത്തേക്കുന്ന ചെറുപ്പക്കാർ ഒന്നിറങ്ങി എണീറ്റ് സോനയെ അങ്ങോട്ട് വിളിച്ചു. സോന, വാ വാ, ഇവിടെ വാ, ഇവിടെ വാ. അവർക്ക് പരിചയമുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ആ ടേബിളിന്റെ ചുറ്റുമുള്ളത്. സോന ഉടൻ ആ ചെറുപ്പക്കാര് ഉള്ള ടേബിളിന്റെ അടുത്തേക്ക് വന്നു. സോനയ്ക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിട്ട ചെറുപ്പക്കാരിൽ ഒരാൾ സോനയോട് പറഞ്ഞു, സോന ഇരിക്കേ. അത് കേട്ടതും സോന ആ സീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് സീറ്റിൽ ഇരിക്കാതെ ആ സീറ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന ആളുകൾ ഈ സമയത്ത് സോനയും സോനയുടെ പുറകിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സോന ഒരു ചെറുപ്പക്കാരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു ടീഷർട്ടും ഒരു സാധാ പാൻസും ഇട്ടിരിക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നീല് ആ തൊപ്പി കാറിൽ ഇട്ടിട്ടാ വന്നത്. ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ എല്ലാ രൂപഭാവങ്ങളുമുള്ള ഒരു കക്ഷിയാണ് ഇപ്പോൾ നീൽ ഗ്രീവ്സ്. നീലിനെ ഒന്ന് നോക്കിയ ചെറുപ്പക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഏതോ ഒരു അപ്പാവിയാണ് സോനയ്ക്കൊപ്പം ഉള്ളത്. അങ്ങനെ ആ ധാരണ ഉണ്ടായതും ആ ടേബിളിന് ചുറ്റുമുള്ള ചെറുപ്പക്കാരൊക്കെ ചിരിച്ചുകൊണ്ട് സോനയോട് പറഞ്ഞു, സോന ഞങ്ങള് കുറെ നേരമായി തുടങ്ങിയിട്ട്, വാ ഇതാ കഴിക്കും. അങ്ങനെ പറഞ്ഞ് ഒരാള് ഒരു ഗ്ലാസ് സോനയുടെ നേരെ നീട്ടി. സോന അയാളോട് പറഞ്ഞു, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. വീണ്ടും അവര് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അടുത്ത ആള് ഒരു ഗ്ലാസുമായി എത്തി. സോന അതും വേണ്ടെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ആ ടേബിളിന് ചുറ്റുമുള്ള ചെറുപ്പക്കാരൊക്കെ സോനയെ കൊണ്ട് മദ്യപിപ്പിക്കാൻ പല ശൈലിയിലും ശ്രമിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് തൊട്ടുപുറകിൽ നീല് നിൽക്കുകയാണ്. എല്ലാവരും അവരവരുടെ ശൈലിയിലേക്ക് സോനയെ അടിച്ചു പൂഴ്ത്തി സോനയുടെ ബിസിനസ് വളരെ നല്ലതാണ്, ആനയാണ് ചേരണമെന്നൊക്കെ പറഞ്ഞ് സോനയുടെ കയ്യിലേക്ക് ആ ഗ്ലാസ് വെച്ചു കൊടുക്കും. സോന ആ ഗ്ലാസ് സൗകര്യപൂർവ്വം ആ മേശപ്പുറത്തേക്ക് വെക്കും. ഒരു തുള്ളി പോലും അകത്താക്കാതിരിക്കാൻ അവള് ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. അവക്ക് ആ ടീമിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ അവൾ എത്തിയിരിക്കുന്നത് മാഗ്നിഫിഷ്യന്റ് ഗ്രൂപ്പിന് വേണ്ടി കൂടിയാണ്. അവരുമായി കണക്ഷൻ ഉണ്ടാക്കണം, ആ കണക്ഷൻ വഴി ബിസിനസ് വർദ്ധിപ്പിക്കണം. അതൊക്കെ മാർക്കറ്റിംഗ് ഡയറക്ടർ നിലയിൽ അവളുടെ ഉത്തരവാദിത്വമാണ്. ഈ പ്രക്രിയ അങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്. ഹേയ് സോന, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് സോന ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നത് നീല് കാണുകയും ചെയ്തു. 2 ടേബിളുകൾക്ക് അപ്പുറത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇരു കൈയിലും ഗ്ലാസുകളുമായി സോനയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. സോനയുടെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ നടന്നു വരുന്ന കണ്ടതും സോനയുടെ സമീപത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരെല്ലാം 2 വശത്തേക്കായിട്ടായി അങ്ങ് മാറി. അയാൾക്ക് വേണ്ടി ഒരു വഴി ഒരുക്കപ്പെടുകയാണ്. യങ് മാസ്റ്റർ ഫിൻ എത്തിയല്ലോ. ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ഡയലോഗും പറഞ്ഞു, യങ് മാസ്റ്റർ ഫിൻ വാ 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 വാ. അങ്ങനെ വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതും ഫിന്ന് നടന്ന് ആ ടേബിളിന് അടുത്തെത്തി. ഈ സമയത്ത് സോനയുടെ മുഖം ശരിക്കും വിളറിയിട്ടുണ്ട്. അവള് ഈ ഫിൻ അവിടെ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് വന്നത്. അവളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആ യങ് മാസ്റ്റർ ഫിന്നും ഇന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ഫിന്നിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഈ സ്ത്രീകളുമായി കണക്റ്റഡ് ആണ്. ഈ റിവർ സിറ്റി ജിയാങ്നാൻ പ്രോവിൻസിനകത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്. ജിയാങ്നാൻ പ്രോവിൻസിനകത്തെ ഏറ്റവും പ്രമുഖമായ ഒരു കുടുംബമാണ് ഈ ഫിൻ കുടുംബം. ആ ഫിൻ കുടുംബത്തിന് ഇവിടെ ഈ റിവർ സിറ്റിയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവ് ഉണ്ട്. 4-5 ഏക്കർ വലിപ്പമുള്ള ഒരു പ്രോപ്പർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ശരിക്കും കൊട്ടാര സദൃശ്യമായ ആ ബിൽഡിംഗ് ഈ ഫിൻ കുടുംബത്തിന്റെ പ്രൗഢി വിളിച്ചു പറയുന്ന ഒന്നാണ്. ശരിക്കും ഫിൻ കുടുംബത്തിന് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളും ഈ പറയുന്ന റിവർ സിറ്റിയിലും റിവർ സിറ്റിക്ക് ചുറ്റുവട്ടത്തുള്ള മറ്റു പട്ടണങ്ങളിലുമുണ്ട്. ആ ജിയാങ്നാൻ പ്രോവിൻസിനകത്ത് ഫിൻ കുടുംബം എല്ലാവരും അറിയുമെന്നർത്ഥം. ആ ഫിൻ കുടുംബത്തിന്റെ യങ് മാസ്റ്റർ ഈ ഫിൻ ശരിക്കും ആ പേരുപയോഗിച്ചുകൊണ്ട് സുന്ദരികളായ സ്ത്രീകളെ അയാളുടെ ബെഡ്റൂമിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വിരുദ്ധനാണ്. ആ കാര്യം അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ സോനയ്ക്ക് നേരെ നടന്നു വന്നപ്പോൾ പലരും കൗതുകത്തോടെ അവർ 2 പേരെയും നോക്കുകയാണ്. സോനയാണെങ്കിൽ ഏതാണ്ട് വിറച്ചു തുടങ്ങി. സോനയുടെ അടുത്തേക്ക് നടന്നെത്തിയ ഫിൻ സോനയോട് പറഞ്ഞു, ഹേയ് സോന, കഴിഞ്ഞ തവണ നീ എന്നെ പറ്റിച്ചായിരുന്നു. ഒന്നിച്ചിരുന്ന് മദ്യപിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ സമർത്ഥമായി പറ്റിച്ച് കടന്നു കളഞ്ഞു. ഇന്നെന്തായാലും അത് ഞാൻ അനുവദിക്കില്ല.
സോന ഇതൊന്ന് കുടിച്ച്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാള് ആ ഗ്ലാസ് സോനയുടെ നേരെ നീട്ടി. ആ ഗ്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം അത് ശരിയായ ശൈലിയിൽ എടുത്തിരിക്കുന്ന മദ്യമല്ല. ആ മദ്യം താൻ കുടിച്ചാൽ മിക്കവാറും തന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവുമെന്ന് സോനയ്ക്കും അറിയാം. പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കലർന്ന മദ്യം കൊടുത്ത് അവരെ സ്വന്തം ബെഡിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി സ്ഥിരമായി വെച്ച് നടത്തുന്ന കക്ഷിയാണ് ഈ ഫെങ്. ഫിൻ കുടുംബത്തിന്റെ സകല പ്രൊട്ടക്ഷനും അയാൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്താലും ആരും ചോദിക്കത്തില്ല. അത് സോനയ്ക്ക് അറിയാം. അതറിയാവുന്നതുകൊണ്ടാണ് സോന അയാളിൽ നിന്ന് പരമാവധി ദൂരേക്ക് ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ മാർക്കറ്റിംഗ് ഡയറക്ടർ എന്ന നിലയിൽ പലപ്പോഴും അയാളുള്ള മീറ്റിംഗിൽ ചെന്നുപെടാൻ സോന ബാധ്യസ്ഥയുമാണ്. കഴിഞ്ഞ തവണ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടത്. ഇപ്പൊ ഇതാ ശരിക്കും അപ്രതീക്ഷിതമായി ആ ഫെങ് വീണ്ടും തന്റെ മുന്നിൽ വന്ന് പെട്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സോന അന്തമിട്ട് നിൽക്കുമ്പോൾ ഫെങ് സോനയോട് പറഞ്ഞു, പിടിക്കാൻ. അയാളുടെ ശബ്ദം മാറിയതും സോന അറിയാതെ ആ ഗ്ലാസ് പിടിച്ചു. ആ മദ്യം സോന കുടിക്കുന്നതോടുകൂടി അവള് അന്നത്തെ ഫെങ്ങിന്റെ ബെഡ്റൂമിലെ പങ്കാളിയാവും. അതിനെക്കുറിച്ച് ആ ചെറുപ്പക്കാർ ആലോചിക്കുമ്പോഴേക്കും സോന ചുറ്റും നോക്കുകയാണ്. രക്ഷപ്പെടാൻ അവർക്ക് ഒരു മാർഗവുമില്ല. ഈ ഫെങ്ങുമായി ബന്ധപ്പെട്ട വേറെ അനവധി ആളുകൾ ആ ഹാളിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സോനയ്ക്ക് അറിയാം. സോന അറച്ചു നിൽക്കുമ്പോൾ ഫെങ്ങിന്റെ ശബ്ദം ഒരിക്കൽ കൂടി ഉയർന്നു, കുടിക്കുക. കേൾക്കേണ്ട താമസം സോന ആ ഗ്ലാസ് ഉയർത്തി. അവളുടെ വായനടുത്തേക്ക് ആ ഗ്ലാസ് വന്നതും പെട്ടെന്ന് ഒരു കൈ ആ ഗ്ലാസ്സിലേക്ക് തട്ടി. ആ ഗ്ലാസ്സിലെ മദ്യം ആ നിമിഷം സമയത്ത് നിൽക്കുന്ന ആ ഫെങ്ങിന്റെ മുഖത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗം, അങ്ങനെ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. യങ് മാസ്റ്റർ ഫെങ്ങിന്റെ മുഖത്തേക്ക് സോന ഇതാ മദ്യം ഒഴിച്ചിരിക്കുകയാണ്. ആ കാഴ്ച സോനയും ഞെട്ടിച്ചു എന്ന് പറയാം. മുഖത്തൂടെ മദ്യം ഇങ്ങനെ ഒലിച്ചിറങ്ങപ്പോൾ ദേഷ്യം വന്ന ഫെങ് കൈ ഉയർത്തി ഒരൊറ്റ ഇടി. ആ ഇടി കൃത്യം സോനയുടെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് പാഞ്ഞു വരുന്നത്. ഫെങ് വളരെ അടുത്ത് നിന്നാണ് സോന ഇടിച്ചത്. പക്ഷെ ആ നിമിഷത്തിൽ ആ കൈയിൽ വേറൊരു കൈയങ്ങ് പിടിച്ചു. നീല് ഫെങ്ങിന്റെ ആ വലത് കൈ വലങ്കൈ കൊണ്ട് പിടിച്ചിട്ട് ഇടത് കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. ആ ഇടിയിൽ ഫെങ് നിന്ന സ്ഥലത്തുനിന്ന് ശരിക്കും ആകാശത്തേക്ക് പൊങ്ങി. ഏതാനും ടേബിളുകൾ തകർത്തുകൊണ്ടാണ് ഫെങ് താഴെ വീണത്. ശരിക്കും ഫെങ് താഴേക്ക് വീണപ്പോൾ ആ ടേബിളുകളുടെ പുറത്തുണ്ടായിരുന്ന മദ്യക്കുപ്പികളും ഭക്ഷണപദാർത്ഥങ്ങളും അതുപോലെ കത്തിയും മുള്ളും ഒക്കെ താഴെ വീഴുന്ന ശബ്ദം കിലുകിലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ആ ഹാളിനകത്ത് ഇപ്പോൾ ഒരു ശബ്ദവുമില്ല. സകലരും പൂർണ്ണമായും നിശബ്ദരായി ആ രംഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഇതാ യങ് മാസ്റ്റർ ഫെങ് ഫിന്നിനെ ഇടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചിരിക്കുന്നു. ശരിക്കും ഈ ടേബിളിന്റെ മുകളിൽ കൂടി താഴെ തറയിലേക്ക് വീണ ഫെങ്ങും അത് തന്നെയാണ് ആലോചിച്ചത്. തന്നെ ഒരാൾ ഇടിച്ചിരിക്കുന്നു. ആ ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അയാളുടെ വലത് കൈ അനങ്ങുന്നില്ല. ശരിക്കും അയാളുടെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വേദന അയാളുടെ കൈയിലേക്ക് ഇരച്ചു കയറിയതും അയാൾ ഒരു പരുവത്തിൽ എണീക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ സഹായികളായ രണ്ടുപേർ അയാളെ പിടിച്ചു പൊക്കി. ശക്തരായ രണ്ട് ബോഡി ഗാർഡുകളാണ് അയാളെ പിടിച്ചു പൊക്കിയത്. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിട്ടുണ്ട്. ഒരു പരുവത്തിൽ എണീറ്റ് നിന്ന ഫെങ് സോനയുടെ മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, അവന്റെ കൈയും കാലും വെട്ടി ഓടിക്കുക. ഫെങ് പറഞ്ഞ ആ വാക്കുകൾ ഉണ്ടാക്കിയ ശബ്ദമല്ലാതെ ആ ഹാളിനകത്ത് വേറെ ഒരു ശബ്ദവുമില്ല. ഇപ്പോ പുതിയതായി ഒരു ശബ്ദം കേട്ടു തുടങ്ങി. ആ രണ്ട് ബോഡി ഗാർഡുകളും മുന്നോട്ട് നടക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഈ കാഴ്ച കണ്ട സോന പെട്ടെന്ന് നീലിന് മുന്നിലേക്ക് കയറി. അവൾ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഫെങ്ങിനോടായി പറഞ്ഞു, യങ് മാസ്റ്റർ ഫെങ്, സോറി, ഇത് എന്റെ സുഹൃത്താണ്. സുഹൃത്ത് ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ്, അബദ്ധം പറ്റിയതാണ്. പ്ലീസ് സുഹൃത്തിനെ ഒന്നും ചെയ്യരുത്. നോക്ക്, ഞാൻ നിങ്ങൾ പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തുതരാം. എന്തും ഇന്ന് നിങ്ങൾക്കിപ്പോൾ കഴിയണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. അവള് നീലിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാകാൻ പോലും തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞതും ഫെങ് സോനോട് പറഞ്ഞു, ഇനി നീ ശബ്ദിക്കരുത്. നിനക്ക് ശബ്ദിക്കാനുള്ള അവസരം കഴിഞ്ഞിരിക്കുന്നു. ആദ്യം ഞാൻ അവനെ തീർക്കട്ടെ. അങ്ങനെ ഫെങ് പറഞ്ഞതും ആ രണ്ട് ബോഡി ഗാർഡുകളും ഏതാണ്ട് സോനയുടെ അടുത്തെത്തി. സോന വീണ്ടും ഫെങ്ങിനോട് പറയണം, നോക്ക് ഫെങ്, ഞാൻ എത്ര മദ്യം വേണമെങ്കിലും കുടിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിലേക്കും വരാം. ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. സോനയ്ക്ക് അത് പറയേണ്ടി വന്നത്. മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ആയിട്ട് പോലും ആ യങ് മാസ്റ്റർ ഫിന്നിനെ എതിരെ നിൽക്കാൻ സോനയ്ക്ക് കഴിയില്ല എന്ന കാര്യം
അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ സോന ആ ഡയലോഗ് പറയുമ്പോൾ ഒരാൾക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസവുമില്ല. അത് സാധാരണഗതിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് അവർക്കൊക്കെ ഉള്ളത്. സോന ആ ഡയലോഗ് പറയുമ്പോൾ ഫെങ് വീണ്ടും പറഞ്ഞു, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ആദ്യം അവനെ തീർക്കട്ടെ. അങ്ങനെ ഫെങ് പറഞ്ഞതും സോനയുടെ ഷോൾഡറിൽ പിടിച്ച് നീല് സോനയോട് പറഞ്ഞു, ഇത് ഞാൻ നോക്കിക്കൊള്ളാം നീൽ, അവര് വലിയ സാരമില്ലെന്ന് ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞ് സോനയെ നീൽ പുറകോട്ട് മാറ്റി. സോനയെ നീൽ പുറകോട്ട് മാറ്റുമ്പോഴേക്കും ആ രണ്ട് ബോഡി ഗാർഡുകൾക്കും വേഗത വന്നു തുടങ്ങിയിരുന്നു. നടന്നു വന്നുകൊണ്ടിരുന്ന അവര് പതുക്കെ കുതിക്കുകയാണ്. 1, 2, 3 എന്ന് നമുക്ക് എണ്ണാൻ കഴിയുമ്പോഴേക്കും അവര് രണ്ടുപേരും ഏതാണ്ട് തറയുന്ന ഉയർന്ന് നീലിന്റെ തൊട്ടുമുകളിൽ ആകാശത്ത് എത്തിക്കഴിഞ്ഞു. രണ്ടുപേരുടെ കയ്യിലും ഇപ്പോ കത്തികളുണ്ട്. ശരിക്കും നീളമുള്ള കത്തികളുമായിട്ടാണ് രണ്ടുപേരും മുകളിലേക്ക് കുതിച്ചത്. ആ കത്തിയുമായി മുകളിൽ നിന്ന് താഴേക്ക് ആ രണ്ടാളുകളും കുതിച്ചു വരുമ്പോൾ തറയിൽ നിൽക്കുന്ന നീല് തറയിലൊന്ന് ചവിട്ടി മുകളിലേക്ക് കുതിച്ചു. ശരിക്കും നിന്ന സ്ഥലത്തുനിന്ന് നീല് ഏതാണ്ട് 2 അടി മുകളിലേക്ക് കുതിച്ചു എന്ന് പറയാം. ഇപ്പോ മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വരുന്ന ആ 2 ബോഡി ഗാർഡുകളും നീലും മുഖാമുഖം കാണുകയാണ്. ആ 2 ബോഡി ഗാർഡുകളും അവരുടെ കത്തി ഉപയോഗിച്ച് അതിശക്തമായി നീല ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ തന്നെ നീലിന്റെ കൈകളും ഒന്ന് ചലിച്ചു. ആ കൈകൾ തികച്ചും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ അവരുടെ കത്തികൾക്ക് മുകളിലൂടെ ആ രണ്ടുപേരുടെയും തലകളിലേക്കാണ് എത്തിയത്. ഒരു അവിശ്വസനീയമായ രംഗമാണ് ആളുകൾ കാണുന്നത്. നീല് ഏതാണ്ട് അന്തരീക്ഷത്തിൽ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അതേസമയത്ത് നീലിന്റെ 2 കൈകളും ആ 2 ബോഡി ഗാർഡുകളുടെയും തലയെ പിടിച്ചിട്ടുണ്ട്. ആ തലയെ പിടിച്ച നീല് ആ തലകൾ കൂട്ടി ഒരു അച്ചയിടി. ഈ സമയത്ത് നീലിന്റെ ബോഡിയിലേക്ക് പാഞ്ഞു വന്ന ആ 2 കത്തികളും നീലിന്റെ ബോഡിയുടെ അടിയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ മുകളിൽ ആ 2 തലകളും ഒരു ശബ്ദത്തോടു കൂടി കൂട്ടിയിടിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ആ കാഴ്ച ആ താഴെ നിൽക്കുന്ന മുഴുവൻ ആളുകളും കാണുകയാണ്. ആ രക്തം ചിതറിയതും നീൽ ആ 2 തലകളും വലിച്ചടർത്തി വീണ്ടും ഒരു ഇടിയിടിച്ചിട്ട് ഒരൊറ്റയേറി. ആ 2 തലകളും വന്ന് വീണത് സാക്ഷാൽ ഫെങ്ങിന്റെ മുകളിലേക്ക് കൂടിയാണ്. ആ തലകൾക്കൊപ്പം ബോഡിയും ഉണ്ടല്ലോ. ശരിക്കും ആ 2 പേരും വന്ന് ഫെങ്ങിന്റെ മുകളിൽ കൂടെ വീണതും ഫെങ്ങിനെ എണീക്കാൻ പറ്റാത്ത സാഹചര്യമായി. പക്ഷെ ഫെങ്ങിനെ എണീക്കാൻ തറയിലേക്ക് ചാടി വീണ നീല് തുടർന്ന് സഹായിക്കുകയും ചെയ്തു. നീല് ഫെങ്ങിന്റെ അടുത്തേക്ക് ലൈറ്റനിങ് വേഗതല പാഞ്ഞെത്തിയത്. അയാളുടെ മുകളിലൂടെ വീണ ആ 2 ബോഡി ഗാർഡുകളെയും നീല് 2 കൈകൾ കൊണ്ട് തൂക്കിയെടുത്ത് 2 വശത്തേക്ക് ഓരോയേറി. 2 ചുവരുകളിലായി ആ ചെറുപ്പക്കാർ വന്നിടിച്ച് താഴെ വീഴുന്ന ശബ്ദം സകലർക്കും കേൾക്കാം. നീല് തറയിൽ വീണ് കിടക്കുന്ന ഫെങ്ങിന്റെ അടുത്തേക്ക് ഒരു കസര എടുത്തിട്ടു. അതിനുശേഷം നീല ആ കസേരയിലിരുന്നു. കസേരയിരുന്ന നീലിന്റെ കയ്യിൽ പെട്ടെന്നാണ് ഒരു സിഗരറ്റ് പ്രത്യക്ഷപ്പെട്ടത്. അയാൾ ആ സിഗരറ്റ് കൊളുത്തി. ഈ സമയത്ത് തറയിൽ വേദന കൊണ്ട് പൊളയുകയാണ് നീൽ. സകലരും അമ്പരപ്പോടെ ആ കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീല് ആ സിഗരറ്റ് പുക താഴെ വീണ് കിടക്കുന്ന ഫെങ്ങിന്റെ മുഖത്തേക്കിന് ഊതുകയാണ്. അത് കണ്ടതും ഫെങ് പറഞ്ഞു, ഹേയ്, നിനക്ക് ഞാൻ ആരെന്നറിയത്തില്ല, ഞാനേ ഫിൻ കുടുംബത്തിലെയാണ്, നിനക്കത് അറിയാവോ? അത് കേട്ടതും നീല് ആ സിഗരറ്റ് കയ്യിലെടുത്തു. അതിനുശേഷം ഫെങ്ങിനെ നോക്കിയിട്ട് അവനോടായി പറഞ്ഞു, നിനക്ക് ഞാൻ 30 മിനിറ്റ് സമയം തരാം. 30 മിനിറ്റിനകം നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിരിക്കണം. അയാള് എന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തണം. എന്നാൽ നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് മടങ്ങിപ്പോവാം. ഈ റിവർ സിറ്റിയിൽ മാത്രമല്ല, സമീപത്തുള്ള സിറ്റികളിലൊക്കെ ഈ ഫിൻ കുടുംബം ഒരു വലിയ സംഭവമാണ്. ഒരുപാട് സാമ്രാജ്യങ്ങൾ, ഒരുപാട് ബിസിനസ് സംവിധാനങ്ങളൊക്കെ ഉള്ള വലിയൊരു കുടുംബമാണ് ഫിൻ കുടുംബം. ആ ഫിൻ കുടുംബത്തിന്റെ തല തൊട്ടപ്പനാണ് ഷാങ്ക് ഓഫ് ഫിൻ. ആ ഷാങ്ക് ഓഫ് ഫിൻ 30 മിനിറ്റിനകം അവിടെ എത്തി നീലിന് മുന്നിൽ മുട്ടുകുത്തണമെന്നാണ് ആ ഷാങ്കോയുടെ മകൻ ഫെങ് ഫിന്നിനോട് പറഞ്ഞത്. ശരിക്കും ഈ നീല് പറഞ്ഞ ആ ഡയലോഗിന്റെ അർത്ഥവ്യാപ്തി വല്ലാതെ തലങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എൻ്റെ സദസ്സും ഏതാണ്ട് ഞെട്ടി തരിച്ച് സ്തംഭിച്ച് നിൽക്കുകയാണ്. അവർക്കൊന്നും പറയാനില്ല. അവര് ശരിക്കും ഒരു ഡീമനെ നേരിൽ കാണുകയാണ്, ഒരു ചെകുത്താനെ. അല്ലെങ്കിൽ ഫിൻ കുടുംബത്തെ യങ് മാസ്റ്റർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഡയലോഗ് പറയില്ല. നീല് ആ ഡയലോഗ് പറഞ്ഞതും ഫെങ് ഫിന്നും ശരിക്കും ഒന്ന് പതറി. അവന്റെ ഫിൻ കുടുംബത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഒന്ന് പതറുമെന്നാണ് അവൻ ശരിക്കും കരുതിയത്. പക്ഷേ അവന്റെ ഫിൻ കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ ഇതാ കൂടുതൽ വ്യക്തമായ നിർദ്ദേശമാണ് ആ ചെറുപ്പക്കാരൻ കൊടുക്കുന്നത്. ഇവൻ ആരാ? ഞാനിനി കയറി എതിരാൻ പാടില്ലാത്ത ആരെങ്കിലും ആണോ? പലതരം ചോദ്യങ്ങൾ ഈ ഫെങ്ങിന്റെ മനസ്സിലേക്ക് വരികയാണ്. ഫെങ് നെയിലോട് പറഞ്ഞു, ബ്രദർ, ദയവായി ക്ഷമിക്കണം, എനിക്ക് ആളറിയാതെ ഒരു അബദ്ധം പറ്റിയതാണ്, ദയവായി എന്നെ ഒന്ന് ചെയ്യരുത്. അവന്റെ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. അവൻ ഒരു പരുവത്തിൽ അവിടെ ഒരു തൂണിലോട്ട് ചാരി ഇരുന്നാണ് ഈ വാചകം പറഞ്ഞ് ഒപ്പിച്ചു തന്നെ. അവനെ തന്നെ നോക്കിയിരിക്കുന്ന നീല് അവനോട് പറഞ്ഞു,
ഇനി 28 മിനിറ്റ് കൂടിയുണ്ട്. നീല് പറഞ്ഞതിന്റെ അർത്ഥം അവന് അപ്പോഴാ മനസ്സിലായത്. അവന്റെ പിതാവിനെ അവിടേക്ക് വിളിച്ചു വരുത്താനായി നീല് കൊടുത്ത നിർദ്ദേശം അവൻ പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് ആ ഡയലോഗിന്റെ അർത്ഥം. അത് കേട്ടതും അവൻ അവന്റെ ഫോണിലെടുത്ത് അവന്റെ പിതാവിനെ വിളിച്ചു. അച്ഛാ, ഞാനിവിടെ എംപയർ ഹോട്ടലിലുണ്ട്, അച്ഛൻ വേഗം ഒന്ന് വരുമോ? മകൻ പറഞ്ഞ ഡയലോഗ് കേട്ടതും മറുഭാഗത്തുനിന്ന് അവന്റെ പിതാവ് പറഞ്ഞു, ഇടാ, ഞാനിതാ എംപയർ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു, ഞാനിവിടെ അടുത്തുണ്ടായിരുന്നു. ആരോ നേരത്തെ തന്നെ ഷെങ്കോയെ വിവരം അറിയിച്ചെന്ന് ആ ഡയലോഗ് കേട്ടപ്പോ ഫെങ്ങിന് മനസ്സിലായി. അവന്റെ പിതാവ് വരുന്നു എന്ന് കേട്ടതും ഫെങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഫെങ് നെയിലിനോട് പറഞ്ഞു, നീ തീർന്നടാ, നീ തീർന്ന്. നീ എത്ര വലിയ മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇനി നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വരുന്നത് എന്റെ പിതാവ് മാത്രമല്ല, ഞങ്ങളുടെ എൽഡർ മിങ് കൂടിയാണ്. എൽഡർ മിങ് എന്ന പേര് ഫെങ് പറഞ്ഞതും ശരിക്കും ആ ഹാളിനകത്ത് വല്ലാത്തൊരു ഓളം ഉണ്ടായി. എൽഡർ മിങ് വരുന്നു, എൽഡർ മിങ്. എൽഡർ മിങ് ഒരു വല്ലാത്ത അസ്വസ്ഥമാണ്. എൽഡർ മിങ്ങിന്റെ പേര് ശരിക്കും ഒരു വല്ലാത്ത തരംഗം ഉണ്ടാക്കുന്നതിന് കാരണമുണ്ട്. ഈ ഫിൻ കുടുംബത്തിന്റെ ബേസ് എന്ന് പറയുന്നത് മിങ്ങിന്റെ ശക്തി കൂടിയാണ്. ഒരാളും ഫിൻ കുടുംബത്തെ എതിർക്കില്ല. കാരണം ഫിൻ കുടുംബത്തിന്റെ ആ തലവൻ ഷാങ്കയ്ക്കൊപ്പം എപ്പോഴും നിഴൽ പോലെ എൽഡർ മിങ് ഉണ്ട്. എൽഡർ മിങ്ങിനെ തൊട്ട് കളിക്കാൻ ഒരാളും തയ്യാറായില്ല. എൽഡർ മിങ് ഫിൻ കുടുംബത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം അവർക്ക് പിന്നെ ഭയക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഇതൊന്നും നമ്മുടെ നീല് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നീല് അവിടെ ആ ഹാളിലുള്ള ക്ലോക്കിലേക്ക് മാത്രമാണ് നോക്കുന്നത്. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും ആ വാതിൽക്കിൽ നിന്ന് വളരെ ഉറക്കെയുള്ള ശബ്ദം കേട്ടു. ഏയ്, ആരാ എന്റെ മകനെ തൊട്ടത്? കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഷാങ്കോ അവിടെ എത്തിയിരിക്കുന്നതെന്ന് ആ വാചകം വിളിച്ചു പറയുന്നുണ്ട്. സകലർക്കും അത് കേട്ടതും വല്ലാത്തൊരു ആവശ്യം. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. വാതിൽക്കിൽ നിന്ന് ശബ്ദം കേട്ടതും ഫെങ് ഉറക്കെ വിളിച്ചു, അച്ഛാ, ഇങ്ങോട്ട് വാ അച്ഛാ, അച്ഛാ, ഞാൻ ഇവിടെ ഉണ്ട്. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഷാങ്കോയും ഷാങ്കോയ്ക്കൊപ്പമുള്ള ആളുകളും ഓടിയെത്തി. ഷാങ്കോയ്ക്കൊപ്പം ഏകദേശം 1 ഡസനോളം ആളുകളാണ് ഓടിയെത്തിയിരിക്കുന്നത്. എല്ലാവരും കിടിലം ബോഡിയുള്ള ശരിക്കും അടിപൊളി ഫൈറ്റേഴ്സ് ആണെന്ന് അവിടെ ആ ബോഡി ലാംഗ്വേജ് കാണുന്ന ആർക്കും മനസ്സിലാവും. ശരിക്കും സോന ആ കാഴ്ച കണ്ട് ആകെ വിറയ്ക്കുകയാണ്. സോന നീലിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് നീലിനോട് പറഞ്ഞു, നീലെ, ദാ ഇത് പിടിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കാറിന്റെ കീയും ഒരു ബാങ്ക് കാർഡും നീലിന്റെ കയ്യിലേക്ക് വെച്ചു. എന്താ ഇത്? നീല്, ഞാനേ എങ്ങനെ കുറച്ചു നേരം പിടിച്ചു നിൽക്കാം. നീല്, ഈ പുറകിൽ കിടന്ന വാതിൽ കൂടി താഴെ ഇറങ്ങിയാൽ നമ്മുടെ കാറിനടുത്തെത്തും. നീല് രക്ഷപ്പെട്ടോ. ഞാൻ എന്തായാലും കുറച്ചു നേരം നീലിന് വേണ്ടി പിടിച്ചു നിൽക്കും. അവള് അവസാനിച്ചാലും കുഴപ്പമില്ല, അവളെ സഹായിക്കാൻ വന്നു എന്ന ഒറ്റ കാര്യത്തിന്റെ പേരിൽ നീലിന് ഒന്നും സംഭവിക്കരുതെന്ന് സോനയ്ക്ക് നിർബന്ധം. സോനയുടെ ഉദ്ദേശശുദ്ധി നീലിന് മനസ്സിലായി. നീല് സോനയോട് പറഞ്ഞു, സോന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല, പ്ലീസ് ട്രസ്റ്റ് മീ. നീലിനെ വിശ്വസിക്കാനാണ് നീല് സോനയോട് പറയുന്നത്. പക്ഷെ എന്ത് കണ്ടിട്ടാ വിശ്വസിക്കേണ്ടത്? അതാണ് സോനയ്ക്ക് അറിയാത്തത്. മാഗ്നിഫിഷൻ ഗ്രൂപ്പിലെ ബോഡി ഗാർഡുകളെ നീൽ ഇടിച്ചിട്ട കാര്യം സോനയ്ക്ക് അറിയാം. പക്ഷെ അതൊക്കെ സാധാരണ ഗാർഡുകളാണ്. ഇത് ഫിൻ കുടുംബത്തിന്റെ ലക്ഷണമൊത്ത ബോഡി ഗാർഡുകളാണ്. സോന നീലിനോട് നിർബന്ധപൂർവ്വം ആ കാർ കീ വാങ്ങാൻ പറയാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ഷെങ്കോ അവിടേക്ക് ഓടിയെത്തി. ഷെങ്കോ ഓടിയെത്തിയത് മകന്റെ അടുത്തേക്കാണ്. ആ തൂണി ചാരിയിരിക്കുന്ന മകന്റെ പുറത്തുകൂടി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അവന്റെ ഒരു കൈ എത്ര ചതഞ്ഞ് തറയിൽ കിടക്കുകയാണ്. മകന്റെ അവസ്ഥ ആ നിമിഷത്തിൽ ഷെങ്കോയ്ക്ക് മനസ്സിലായി. ഷെങ്കോ മകനോട് ചോദിച്ചു, ഫെങ്, ആരാ ഇത് ചെയ്തത്? അച്ഛാ, ധാവന അവൻ. ഫെങ് വിരൽ ചൂണ്ടിയ ദിക്കിലേക്ക് ഷാങ്ക് നോക്കുമ്പോൾ ഒരു കസേരയിൽ കാലിന്റെ മുകളിൽ കാൽ കഴിച്ചു വെച്ച് സിഗരറ്റ് വലിച്ച് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന് തൊട്ടു പുറകിലായി ഒരു സുന്ദരി നിപ്പുണ്ട്. രംഗം ഇപ്പൊ ഏതാണ്ട് ഷാങ്കോയ്ക്ക് മനസ്സിലായി. അയാളുടെ മകന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ഷാങ്കോയ്ക്ക്. ആ പെണ്ണിനെ കയറി പിടിക്കാൻ ഈ ഫെങ് ശ്രമിച്ചുകയാണ്. അവളുടെ ബോയ് ഫ്രണ്ട് എതിർത്ത് കാണും. ഇതായിരിക്കും സംഭവത്തിന്റെ തുടക്കം. അതെന്തായാലും സ്ഥിര സംഭവമായതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല. ആ കാര്യം ഷെങ്കോയ്ക്ക് അറിയാം. അല്ലെങ്കിൽ തന്നെ ഫിൻ കുടുംബത്തിന്റെ അവകാശമാണ് പെണ്ണുങ്ങളെ കയറി പിടിക്കാന്നുള്ളത്. അതെങ്ങനെ തടുക്കാൻ പറ്റൂ? അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കാ അധികാരമുള്ളത്? ആ ഒരു ചിന്ത അച്ഛനായ ഷെങ്കോയുടെ മനസ്സിലുണ്ട്. ഷെങ്കോ കൗതുകപൂർവ്വം നീലിനെ ഒന്ന് നോക്കി. നീയാണോ എന്റെ മകന്റെ പുറത്ത് കൈവച്ചത്? ശരി, നിനക്ക് ഞാനൊരു അവസരം തരാം. നീ തന്നെ നിന്റെ കൈയും കാലും തല്ലി ഒടിച്ചാൽ നിന്റെ ബോഡിയിൽ അതിനപ്പുറത്തേക്ക് പരിക്കേൽപ്പിക്കാതെ നിന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. ഷെങ്കോ പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ള കാര്യം ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവരെല്ലാവരും ആ കാഴ്ച കാണാനായി അങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ നീലിന്റെ ശബ്ദം കേട്ടു. ഏയ് മിസ്റ്റർ ഷെങ്കോ ഫിൻ, ഞാൻ നിന്റെ മകനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ എൻ്റെ മുന്നിൽ നീ മുട്ടുകുത്തിയാൽ നിന്റെ മകനെ വെറുതെ വിടാമോ? നിന്റെ മകനെ വെറുതെ വിടണോ അതോ ഞാൻ അവനെ കൊല്ലണോ? ഏകദേശം 1 ഡസനോളം വരുന്ന ബോഡി ഗാർഡുകളുമായി എത്തിയിരിക്കുന്ന ഷെങ്കോ അമ്പരപ്പോടെയാണ് ഈ ചോദ്യം കേട്ടത്. ഷെങ്കോയ്ക്ക് മാത്രമല്ല, ആ ഹാളിൽ നിന്നുള്ള എല്ലാ ആളുകൾക്കും അമ്പരപ്പുണ്ട്. നീല് എത്ര വലിയ സംവിധാനമാണെന്ന് പറഞ്ഞാലും ഷെങ്കോയ്ക്കൊപ്പമുള്ള ആ ബോഡി ഗാർഡുകളുടെ ആ ഒരു പ്രസൻസ് കണ്ടിട്ടെങ്കിലും അഭിപ്രായം മാറേണ്ടതാണ്. പക്ഷേ അവൻ വീണ്ടും ധിക്കാരപൂർവ്വം ആ ഡയലോഗ് പറഞ്ഞതും ഷെങ്കോ ഒന്ന് ചിരിച്ചു. ചെറുപ്പക്കാരാ, ഞാനിപ്പോ എന്താ പറയുക? നീ ശരിക്കും അഹങ്കാരിയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്റെ അഹങ്കാരം ഈ നിമിഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഷെങ്കോ അയാളുടെ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, അവന്റെ കൈയും കാലും ഓടിച്ച് ഇവിടെ ഫെങ്ങിന്റെ മുന്നിൽ കൊണ്ടിടുക. ഫെങ്, നിനക്ക് അവനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമില്ലേ? അത് കേട്ടത് ഫെങ് പറഞ്ഞു, ഉണ്ട് ച ഉണ്ട്, എനിക്ക് അവന്റെ കൈ വലിച്ചു പുഴുവണം. ഫെങ് അത് പറഞ്ഞ ആ നിമിഷത്തിൽ ആ ബോഡി ഗാർഡുകൾ മുന്നോട്ട് കുതിച്ചു വരുന്ന അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് നീൽ. ഈ സമയത്ത് സംഘടന നടക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ 4 ദിക്കിലേക്ക് ഒഴിഞ്ഞു. സോന പോലും പുറകോട്ട് അറിയാതെ മാറിപ്പോവുകയാണ്. നീലിന് നേരെ പാഞ്ഞു വരുന്ന ആ ഗാർഡുകളും നീലും മാത്രമാണ് അവിടെ ആ ഹാളിൽ ഇപ്പോൾ ഉള്ളത്. സകലരും ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീലിന് ഏകദേശം ഒരു 2 മീറ്റർ അടുത്ത് ആ ചെറുപ്പക്കാരെത്തി. ആ നിമിഷത്തിൽ നീൽ ആ കസേര തന്നെ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് അവന്റെ ആ ഇരിപ്പ് കാണുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ പാഞ്ഞു വരുന്ന ബോഡി ഗാർഡുകളുടെ മുഖത്ത് നീലിനോടുള്ള പുച്ഛം നമുക്ക് വായിച്ചെടുക്കാം. ശരിക്കും നമുക്കത് കാണാം. പക്ഷേ 2 മീറ്ററിൽ നിന്ന് 1 മീറ്ററിലേക്ക് ആ ടീം അംഗങ്ങൾ എത്തുന്ന ആ നിമിഷത്തിൽ കസേരയിൽ ഇരുന്ന നീല് പെട്ടെന്ന് അപ്രത്യക്ഷമായി. നീല് മാത്രമല്ല, കസേര. പക്ഷെ അടുത്ത നിമിഷത്തിൽ നമ്മൾ ടക് 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 എന്ന ശബ്ദം കേൾക്കുകയാണ്. കസേരയിൽ നിന്ന് നീല് ആകാശത്തേക്ക് ചാടി വരുമ്പോൾ നീലിന്റെ കയ്യിൽ ആ കസേരയുണ്ട്. ആ കസേര കൊണ്ട് പാഞ്ഞു വരുന്ന ബോഡികളുടെ തലയിലേക്കാണ് നീല ആഞ്ഞടിച്ചത്. ആ കസേരയുള്ള അടിയേറ്റ് മുന്നിലേക്ക് എത്തിയ ബോഡി ഗാർഡുകൾ ശരിക്കും ഒന്ന് പുറകോട്ട് തെറിക്കുമ്പോൾ ഒരു മിന്നൽ പോലെ നീൽ ഗ്രീവ്സ് അവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി. എന്താണ് സംഭവിക്കുന്നത് കൃത്യമായും ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് മുന്നേ പലതും അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പലരെയും അടുത്ത് ഒരു മിന്നൽ പോലെ, ഒരു കാറ്റ് പോലെ നീൽ എത്തിയതായി ആ ബോഡി ഗാർഡുകൾക്ക് ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവര് താഴെ കിടക്കുകയാണ്. ഒന്നുകിൽ അവിടെ കാലിന്റെ മുട്ട് ചവിട്ടി പൊട്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കൈ പിടിച്ച് ഓടിച്ചിരിക്കുകയാണ്. അവരാരെയും നീല് കൊന്നില്ലെങ്കിലും സകലരും താഴെ കിടക്കുകയാണ്. 1 ഡസനോളം വരുന്ന ആ ബോഡി ഗാർഡുകൾ താഴെ ആ നിശ്ചലാവസ്ഥയിലേക്ക് എത്താൻ എടുത്ത സമയം കൃത്യം ഒരേ 1 മിനിറ്റാണ്. 1 മിനിറ്റ് കൊണ്ട് 1 ഡസൻ അതിശക്തരായ യോദ്ധാക്കളെ താഴെ ആ ശൈലിയിൽ നിലം പതിപ്പിച്ച് നീലിനെ തന്നെ അമ്പരപ്പോടെ വാ പൊളിച്ച് നോക്കി നിൽക്കുകയാണ് ആ എൻറ്റയർ ആളുകൾ. അവരുടെ സ്വപ്നങ്ങളിൽ പോലും അവരാരും ഈ ശൈലിയിലുള്ള ഒരു ആക്ഷൻ കണ്ടിട്ടില്ല. ശരിക്കും നീലിനെ കഴിഞ്ഞ 1 മിനിറ്റിൽ അവര് ആകാശത്തും തറയിലും വായുവിലുമായി കണ്ടിരുന്നു. നീലിങ്ങനെ പാഞ്ഞു പോകുന്നതിന്റെ ആഫ്റ്റർ ഇമേജുകളാണ് അവർ കണ്ടത്. നീല് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ബോഡി ഗാർഡ് താഴേക്ക് വീഴുകയായിരുന്നു. നീല് ആ ആളുകളുടെ ആരുടെയും വൈറ്റൽ ഓർഗൻസിലൊന്നും കൈവയ്ക്കാത്തത് കൊണ്ട് അവർക്ക് ജീവനുണ്ടെന്ന് മാത്രം. ഇപ്പോ ആ ഫെങ്ങും നേരത്തെ ഉണ്ടായിരുന്ന 2 ബോഡി ഗാർഡുകളും ഈ 1 ഡസൻ ബോഡി ഗാർഡുകളും ചേർത്ത് 15 പേര് താഴെ കിടക്കുകയാണ്. ആ ഭാഗത്ത് വേറെ കുറെ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ കുറെ ടേബിളുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ തവിട് പൊടിയായി കിടക്കുകയാണ്. ശരിക്കും ഒരു യുദ്ധം നടന്ന സ്ഥലത്തിന്റെ സകല ലക്ഷണങ്ങളും കാണാം. നീല് ഷെങ്കോയെ നോക്കി. ഇപ്പൊ ഷെങ്കോയ്ക്കും ഒരു ഭയമുണ്ട്. ഷെങ്കോ നീലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഹേയ്, നിന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയല്ലോ, നീ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലേ? അങ്ങനെ ഷെങ്കോ ചോദിച്ചതും ഷെങ്കോയുടെ പുറകിൽ നിന്ന് ലേശം പ്രായമുള്ള ഒരു മനുഷ്യൻ മുന്നിലേക്ക് കയറി. ഹേയ്, ഇവൻ വെറും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് അല്ല, ഇവൻ ഒരു കൾട്ടിവേറ്ററാണ്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകളും കൾട്ടിവേറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. അക്കാര്യം ആ ഫിൻ കുടുംബത്തിന്റെ ഗൃഹനാഥനായ ഷെങ്കോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റർ എന്ന പദം കേട്ടപ്പോൾ ഷെങ്കോയുടെ മുഖത്ത് വളരെ അതിശയം. മാസ്റ്റർ, അപ്പോ സാരമില്ല, അവൻ കൾട്ടിവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അവനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ ആ മാസ്റ്റർ മെങ്ക് നീലിനെ ഒന്ന് സ്കാൻ ചെയ്തു. എന്നിട്ട് നീലിനോട് പറഞ്ഞു, നിന്റെ ശക്തി എവിടുന്ന എങ്ങനെയാ എന്നൊക്കെ എനിക്കറിയാം. ഈ കുട്ടികളോട് നിന്റെ ഈ കളിയൊക്കെ ചിലവാകുകയും ചെയ്യും. നമുക്ക് ഒരു കൈ നോക്കാം. എന്തായാലും എനിക്ക് നിന്നെപ്പോലെ ഒരാളുമായി കൈ നോക്കാൻ ഒരു താല്പര്യം.
കൈയൊക്കെ ഒന്ന് ഉഷറാക്കിയിട്ട് കാലം ഒരുപാടായി. അങ്ങനെ പറഞ്ഞ മെങ്ക് ആ നിമിഷത്തിൽ ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു. ശരിക്കും അയാളുടെ വേഗത ആരെയും ഞെട്ടിക്കും. അടുത്ത നിമിഷത്തിൽ അയാള് സാക്ഷാൽ നീലിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നീലും അയാളും തമ്മിൽ ഇപ്പോൾ 1 മീറ്റർ മാത്രമേ അകലുള്ളൂ. നീലിന്റെ അടുത്തെത്തി അയാൾ കൈ ഉയർത്തി ഒരൊറ്റ ഇടി. അതേ നിമിഷത്തിൽ നീലും അതേ ശൈലിയിൽ മുഷ്ടി ചുരുട്ടി തിരിച്ച് അയാൾ ഇടിക്കുകയും ചെയ്തു. ശരിക്കും അതിശക്തമായ കൊടുങ്കാറ്റ് 2 ഭാഗത്തു നിന്നേക്ക് പാഞ്ഞു വന്ന് കൂട്ടി ഇടിക്കും പോലെ ഒരു ശബ്ദമാണ് സ്വാഭാവികമായിട്ട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നത്. അതിശക്തമായ ഒരു കാറ്റ് 2 ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം ആ മുഷ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടി. നീല് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. നീലിനെ ഇതാ പുറകോട്ട് തെറിപ്പിക്കാൻ ആ പ്രായമുള്ള മാസ്റ്റർ മെങ്കിന് പറ്റിയിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ശരിക്കും സാക്ഷാൽ ഷെങ്കോ ഫിന്നിന്റെ കണ്ണാണ് തള്ളിപ്പോയത്. കാരണം അയാളുടെ അടുത്തുകൂടി ഒരു കാറ്റ് കടന്നുപോയത് അയാൾ അറിഞ്ഞിരുന്നു. ആ കാറ്റ് കൊണ്ടുപോയത് സാക്ഷാൽ മാസ്റ്റർ മെങ്കിനെയാണ്. മെങ്ക് അവിടെ ഒരു ചുവരിൽ ഇടിച്ച് തറയിൽ കിടക്കുകയാണ്. മെങ്കിന് അനങ്ങാൻ പറ്റുന്നില്ല. മെങ്കിന്റെ വലത് കൈ ഒടിഞ്ഞ് തൂങ്ങിയിരിക്കുകയാണ്. മെങ്ക് ശരിക്കും ആ റിവർ സിറ്റിയിലെയും ആ പ്രോവിൻസിലെയും വല്ലാത്തൊരു അസ്തിത്വമാണ്. ആ മെങ്കാണ് ഒറ്റയിടിക്ക് കൈയൊടിഞ്ഞ് അവിടെ കിടക്കുന്നത്. ആ കാഴ്ചയുടെ അർത്ഥം ഉറപ്പായും ഷെങ്കോയ്ക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഷെങ്കോ ഒരു ശബ്ദത്തോടുകൂടി മുട്ടിടിച്ച് താഴേക്ക് വീണു. അതേ നിമിഷം തന്നെ ഒരു പരുവത്തിൽ അവിടെ എണീറ്റ് നിൽക്കുകയായിരുന്ന ഫെങ്ങിനെ അയാള് താഴേക്ക് വലിച്ചിടുകയും ചെയ്തു. ഫെങ്ങും മുട്ടിടിച്ച് വീണു. അച്ഛന്റെ ആക്ഷന്റെ അർത്ഥം ഫെങ്ങിന് ഇവിടെ മനസ്സിലായി. ഫെങ് തൊഴുകൈയോടെ നെയിലിനോട് പറഞ്ഞു, ക്ഷമിക്കണം ബ്രദർ, ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാണ്. അച്ഛനും മകനും രണ്ടുപേരും മുട്ടൂത്ത് നിന്നുകൊണ്ട് ആ ഡയലോഗ് ആവർത്തിച്ചപ്പോൾ വിശ്വസിക്കാനാവാതെ ആ എൻറ്റയർ സദസ്സും സ്തംഭിച്ച് ശ്വസിക്കാൻ പോലും ആവാതെ അങ്ങനെ നിശ്ചലരായി നിൽക്കുകയാണ്. ആ നിമിഷത്തിലാണ് അവിടേക്ക് അനവധി ആളുകൾ ഓടിക്കയറുന്ന ശബ്ദം ആളുകൾ കേട്ടത്. ബൂട്ടുകളുടെ ശബ്ദമാണ് കേട്ടത്. ഓടിയെത്തിയ ആളുകളെ കണ്ടതും ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് മാറി. പോലീസ് യൂണിഫോമിൽ ഒരു വലിയ ടീം അവിടേക്ക് ഇരച്ചുകയറിയ പോലീസ് ടീം നീൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും അങ്ങ് വളഞ്ഞപ്പോൾ മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. ഏയ്, നിയമം കയ്യിലെടുക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം നൽകിയത്? നല്ല മുഴക്കമുള്ള ആ ശബ്ദം ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. ശബ്ദം കേട്ട ദിക്കിലേക്ക് നീൽ നോക്കുമ്പോൾ സുന്ദരിയായ ഒരു ലേഡി അവിടേക്ക് നടന്നു വരികയാണ്. അവരണിഞ്ഞിരിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള ഒരു സ്പോർട്സ് വെയർ ആണ്. അതേസമയത്ത് അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ അണിഞ്ഞിരിക്കുന്നത് പോലീസ് യൂണിഫോമാണ്. അവരുടെ തലപ്പത്തുള്ള കക്ഷിയാണ് ആ സമയത്ത് കോൺഷ്യൽ ഡ്രസ്സിൽ അവിടെ എത്തിയെന്ന് വ്യക്തമാണ്. അവരെ കണ്ടതും സകല ആളുകളും കൈകൂപ്പി. അവിടെ എത്തിയ ആ ലേഡി ആ രംഗം ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം തിരിഞ്ഞ് ആ ഫിൻ കുടുംബത്തിന്റെ ആളുകളോട് നോക്കി, എന്താ പ്രശ്നം? മിസ് ലിബന ഭായി, ആ ചെറുപ്പക്കാരൻ എന്റെ മകനെ തല്ലിച്ചതച്ചു. അത് മാത്രമല്ല, ഈ ബോഡി ഗാർഡുകളെ ഓൾഡ് മാസ്റ്റർ മെങ്ങും ഇടിയേറ്റ് വീണു. ഓൾഡ് മാസ്റ്റർ മെങ്ങും ഇടിയേറ്റ് വീണു എന്ന് കേട്ടപ്പോ ശരിക്കും ഒരു ഞെട്ടൽ ആ ലിബിന എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തുണ്ടായി. അവര് തിരിഞ്ഞ് മെങ്ങ് കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. മെങ്ങ് അവിടെ ആ ചുവരി ചാരി കിടക്കുകയാണ്. അയാളുടെ വലത് കൈ രണ്ട് ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് നോക്കിയ ലിബിന അപ്പോഴാണ് ശരിക്കും ആ സ്ഥലം ഒന്ന് നന്നായി സ്കാൻ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ടേബിളുകളൊക്കെ തവിട് പൊടിയായി കിടക്കുകയാണ്. അതിന്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അനവധി ബോഡി ഗാർഡുകളുണ്ട് ഫിൻ കുടുംബത്തിന്റെ. അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. ആ കാഴ്ചയിലേക്ക് ലിബിനെ നോക്കുമ്പോഴേക്കും സോന ഓടി നീലിന്റെ അടുത്തെത്തി. അവള് നീലിനോട് ചേർന്ന് നിൽക്കുകയാണ്. സോനയെ ലിബിനെ നോക്കിയതും സോന ലിബിനോട് പറഞ്ഞു, മാഡം, എല്ലാം എന്റെ തെറ്റാണ്. ഈ ചെറുപ്പക്കാരൻ ഒന്നും ചെയ്തതല്ല, എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അത് കേട്ടതും ലിബിനയ്ക്ക് കാര്യങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലായി. ഈ ഫിൻ കുടുംബത്തിന്റെ ആ യങ് മാസ്റ്റർ ലേശം നൊട്ടോറിയസ് ആണ്. അവന്റെ കുപ്രസിദ്ധി ഈ പെണ്ണുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. ആ സോനയെ രക്ഷിക്കാൻ ആ ചെറുപ്പക്കാരൻ നടത്തിയ ശ്രമമാണ് ഈ സംഭവങ്ങളിലേക്ക് ബേസ്. സോനയെ രക്ഷിക്കാൻ ആ ചെറുപ്പക്കാരൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സോനയെ ആ ഫെങ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അത് മനസ്സിലാക്കിയ ലിബിന അവളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ ചെറുപ്പക്കാരനെയും ഈ പെൺകുട്ടിയും ഇവരെല്ലാവരും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞ ലിബിന അവിടെയുള്ള ആ സദസ്സ് നോക്കിയിട്ട് അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ സ്റ്റേഷനിൽ വന്ന് തെളിവുകൾ നൽകിയിട്ട് പോയാൽ മതി. അവരുടെ ആ നിർദ്ദേശം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കപ്പെടുകയാണ്. ആളുകളെയൊക്കെ ഗ്രൂപ്പായി സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി തുടങ്ങിയതും ലിബിന അവിടെയുള്ള ആ CCTV-കളൊന്നും നോക്കി. ഒത്തിരിയേറെ CCTV-കളുണ്ട്. ആ ക്യാമറകളിലേക്ക് നോക്കിയ ലിബിന നടന്നെത്തിയത് റിസപ്ഷനിലാണ്. അവിടെ എത്തിയ ലിബിന ആ സംഭവത്തിന്റെ വിഷ്വലുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു. ആ മെമ്മറി കാർഡുള്ള വിഷ്വലുകളുമായിട്ടാണ് ലിബിന സ്റ്റേഷനിലെത്തിയത്. അന്ന് രാത്രി ഏകദേശം 8:30 മണി കഴിഞ്ഞപ്പോൾ നീലിനെയും സോനയും സ്റ്റേഷനിൽ നിന്ന് വിട്ടു. രണ്ടുപേരും കൂടി പുറത്തിറങ്ങിയപ്പോൾ സോന നീലിനോട് പറഞ്ഞു, ഹേയ് നീൽ,
ഞാൻ വിചാരിച്ചു നമ്മൾ കുടുങ്ങിയെന്ന്. അത് കേട്ടപ്പോൾ നീല് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. സോന നീലിനോട് പറഞ്ഞു, നീൽ ഇനി എന്തായാലും വേറൊരിടത്ത് പോകണ്ട, വാ എൻ്റെ വീട്ടിലേക്ക് പോവാം, എൻ്റെ വീട്ടിൽ 2 മുറിയുണ്ട്. അങ്ങനെ പറഞ്ഞ സോന ഒരു കാറ് ബുക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവരുടെ കാറ് നേരത്തെ പോയ ഹോട്ടലിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് അവരെ ഇവിടെ കൊണ്ടുവന്നത് പോലീസ് വാഹനത്തിലാണ്. നാളെ പകലെങ്ങാനും പോയി ആ കാർ എടുക്കണം. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ടാക്സി പിടിക്കാനായി സോന അവളുടെ മൊബൈലിൽ ടാക്സി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീല് സോനയോട് പറഞ്ഞു, അല്ല സോന, ഇപ്പോ നിന്റെ വീട്ടില് 2 മുറിയല്ല 1 മുറിയേ ഉള്ളെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ആ മുറിയിൽ നിനക്കൊപ്പം അഡ്ജസ്റ്റ് ചെയ്തോളാം. നീലിന്റെ ആ ഡയലോഗ് കേട്ടപ്പോ സോനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവള് ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ആ കാറ് ബുക്ക് ചെയ്യുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഈ സമയത്ത് അവിടെ ആ പോലീസ് സ്റ്റേഷനിലെ ഒരു ഗ്ലാസ്സിലൂടെ അവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് സാക്ഷാൽ ലിബിന ബായി. അവള് അങ്ങനെ നോക്കി നിൽക്കാൻ ഒരു കാരണമുണ്ട്. നേരത്തെ അവൾ ആ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്ത ആ CCTV ക്യാമറയിലെ വിഷ്വലുകൾ അവൾ ഇപ്പോഴാണ് കണ്ടു തീർത്തത്. ആ വിഷ്വലുകളിൽ അവള് നീലിന്റെ ആ പോരാട്ടം കൃത്യമായി കണ്ടിരുന്നു. ആ പോരാട്ടം ശരിക്കും ലിബിനെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്, ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അവളൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. എത്രയോ കാലങ്ങളായിട്ട് മാർഷൽ ആർട്സ് മേഖലയിൽ പരിശീലനം നേടുന്ന വ്യക്തിയാണ് ലിബിന. അതുകൊണ്ട് തന്നെ അവള് കണ്ട ആ കാഴ്ച അവളെ വല്ലാത്ത ഒരു സ്റ്റേജിൽ എത്തിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ തോന്നിയ അവൾ ഉടൻ തന്നെ ആ വിഷ്വൽ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു. അതിനുശേഷം ലിബിന ആ നമ്പറിന്റെ ഉടമയെ വിളിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം മറുഭാഗത്ത് ഫോൺ എടുത്തു. ബിഗ് ബ്രദർ, ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ടേ, അതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് പുറത്ത് ടാക്സി വന്നു. ടാക്സി സോനയും നീലിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി തുടങ്ങി. അവരെ എത്തിച്ചേർന്നത് ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിലാണ്. ആ അപ്പാർട്ട്മെന്റിനകത്തേക്ക് അടക്കുമ്പോൾ നീല് ആ അപ്പാർട്ട്മെന്റിന്റെ ഭംഗിയാണ് ഒന്ന് നോക്കിയത്. ചെറിയ വീടാണ്. ഒരു ഹാളും അടുക്കളയും 2 ബെഡ്റൂമും ഉള്ള ഒരു ചെറിയ വീട്. ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത്. ആ സംവിധാനത്തിലേക്ക് നീല് നോക്കി നിൽക്കുന്ന കണ്ടതും സോന നീലിനോട് പറഞ്ഞു, നോക്ക്, അതാണ് നിന്റെ മുറി, ഇത് എൻ്റെ മുറി. പിന്നെ ഈ രാത്രി നിന്നെ ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ദാ ആ അടുക്കള കണ്ടോ, ആ അടുക്കളയിൽ കുറേയേറെ പാത്രങ്ങൾ കിടക്കുന്നുണ്ടോ, അതൊക്കെ കഴുകി വെക്കണം. വെറുതെ ഓസിന് എൻ്റെ വീട്ടിൽ തങ്ങാന്ന് വിചാരിക്കണ്ട. സോന അത് പറഞ്ഞതും നീല് ചിരിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു. നീല് ആ പാത്രങ്ങൾ കഴുകാനായി അടുക്കളയിൽ എത്തിയതും സോനയുടെ ശബ്ദം അവൻ കേട്ടു. നീൽ, ഞാൻ കുളിക്കാൻ കയറിയാണ്, ഞാൻ കുളിച്ചത് തന്നെ കുളിക്കാം. സോന കുളിക്കാൻ കയറിയതും നീല് ആ പാത്രങ്ങളൊക്കെ അതിവേഗം കഴുകി വെച്ചിട്ട് അവന്റെ ബെഡ്റൂമിലെത്തിയ നീല് ആ ബെഡിൽ ചമ്രം പടിഞ്ഞങ്ങിരുന്നു. കിട്ടുന്ന സമയത്ത് കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് അവന്റെ ഒരു ശൈലി. അതിനുവേണ്ടി ആ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോനയുടെ ശബ്ദം കേട്ടു. എടേ, നീ എന്തായി ചെയ്യുന്നത്? നീ 2-3 ആളുകളൊക്കെ ഇടിച്ചിട്ടെന്ന് എഴുതി നീ വലിയ സംഭവമാണെന്ന് ധരിച്ചിട്ടാണോ ഈ ശൈലിയിലേക്ക് കാണിക്കുന്നത്? ഈ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഈ ചമ്രം പണിഞ്ഞിരുന്ന് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതും അതിനുശേഷം മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് സോന പലയിടത്തും കണ്ടിട്ടുണ്ട്. ആ ശൈലിയിൽ എന്തോ ഒരു പരിപാടിയാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നതെന്ന് സോനയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് സോന ആ ഡയലോഗ് പറഞ്ഞത്. സോനയുടെ ഡയലോഗ് കേട്ടപ്പോൾ നീല് കട്ടിൽ നിന്ന് എണീറ്റു. അവനോടായി സോന പറഞ്ഞു, ഏയ് നീൽ, നീ കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ ഇന്ന് രാത്രിത്തെ ഭക്ഷണം ഞാൻ തരാം, നാളെ നേരം വിളിക്കുമ്പോൾ സ്ഥലം വിട്ടോളണം. ഹേയ് സോന, എനിക്കിവിടെ ആരെയും പരിചയമില്ല, എനിക്ക് കുറച്ചു ദിവസം എന്തായാലും ഇവിടെ നിൽക്കണം. ഇവിടെ 2 മുറി ഉണ്ടല്ലോ, ഈ മുറി എനിക്കിതാ, ഈ മുറി നിനക്കെന്നാലേ നീ വാടക തരണം. വാടക തരാൻ നിന്റെ പണമുണ്ടോ? എന്റെ പണമൊന്നുമില്ല. അപ്പൊ ഫ്രീ ആയിട്ട് താമസവും ഫ്രീ ആയിട്ട് ഭക്ഷണവും വേണം അല്ലേ? നടന്നു തന്നെ. ഏയ് സുഹൃത്തെ, നിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ അതിന്റെ പേരിൽ നിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നീ വേണമെങ്കിൽ കുറച്ചു ദിവസം കൂടെ തങ്ങിക്കോ, അതിനിടയിൽ നീ ഒരു ജോലി കണ്ടുപിടിക്കണം. സോന അവളുടെ ആ നല്ല മനസ്സ് അവനോട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറയാം. നിന്നോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല. എനിക്കൊപ്പം സ്കൂളിൽ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മുഖത്തിന് നിന്റെ മുഖത്തോട് നല്ല സാമ്യമുണ്ട്. പേരുകളും ഏതാണ്ട് ഒരുപോലെയാണ്. 8 വർഷങ്ങൾക്ക് മുമ്പാണ് അവനെ ഞാൻ അവസാനം കണ്ടത്. നീല് അതിന് മറുപടി പറയാതെ ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് നീല് മുറിയിലേക്ക് വരുമ്പോൾ സോന ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞു. അവർ 2 പേരും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 പേരും അവരവരുടെ ബെഡ്റൂമിലേക്ക് മടങ്ങി. ബെഡ്റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്ത നീല് അടുത്ത നിമിഷത്തിൽ അയാളുടെ കൈകൊണ്ട് 2-3 ആക്ഷൻ കാണിച്ചതും പെട്ടെന്ന് ഒരു ലോക്ക് അവിടെ ഉണ്ടാവുകയാണ്. ആ ലോക്ക് ആ വാതിൽ പിടിപ്പിക്കപ്പെട്ടു. ആരെങ്കിലും ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം നീൽ അറിയും. അത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നീല് ആ മുറിയുടെ ജനാലയുടെ സമീപത്തെത്തി. ആ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആ ജനാലയിലൂടെ പുറത്തിറങ്ങുന്ന നീലിനെയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു 3/4 മണിക്കൂറാവും. ആ സമയത്ത് ഫിൻ കുടുംബത്തിൽ ആ ഫെങ്ങിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഫെങ്ങിന്റെ പിതാവ് ഷെങ്കോ. അച്ഛ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ല. ഏയ് ഫെങ്, നീ പറയും പോലെ അല്ല. അവൻ അടിച്ചിട്ടത് ആരെയാണെന്ന് നീ കണ്ടു.
മാസ്റ്റർ മെങ്ക് അങ്ങനെ അങ്ങ് വീഴുന്ന ആളല്ല. മാസ്റ്റർ മെങ്കിന് ഇനി പൂർണ്ണ ആരോഗ്യം വീണ്ടു കിട്ടാൻ വർഷങ്ങൾ പിടിക്കും. ആ ശൈലിയിൽ ആക്രമിക്കുന്ന ഒരുത്തിനെ നമ്മൾ ഭയപ്പെടണം. അച്ഛൻ എന്തായി പറയുന്നത്? നമ്മളെന്തിനു ഭയപ്പെടണം? അച്ഛനറിയാം മാസ്റ്റർ മെങ്ക് വലിയ സംഭവമാണെന്ന്. പക്ഷേ മാസ്റ്റർ മെങ്ക് നമ്മുടെ മുത്തച്ഛന് മുന്നിൽ ഒന്നുമല്ലല്ലോ. അവരുടെ മുത്തച്ഛനാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ നട്ടല്. അദ്ദേഹം കുറെ നാളുകളായി സെക്ലൂഷനിലാണ്. ഒരു മലയിൽ ശരിക്കും അയാള് കൾട്ടിവേഷനിലും മാത്രം മുഴുകിയിരിക്കുകയാണ്. ബിസിനസ്സൊക്കെ മകനായ ഷെങ്കോയെ അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഷെങ്കോയുടെ പിതാവ് ശരിക്കും ആ പ്രോവിൻസിലെ എല്ലാവരും അറിയുന്ന സൂപ്പർ സ്റ്റാറാണ്, അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റാണ്. അയാളെ തോൽപ്പിക്കാൻ ഈ പ്രോവിൻസിൽ ഒരാൾക്കും പറ്റില്ല. തന്റെ അച്ഛനെ കുറിച്ച് മകൻ പറഞ്ഞു കേട്ടതും പെട്ടെന്ന് ഷെങ്കോയുടെ മുഖത്ത് സന്തോഷമായി. ഫെങ്, നീ പറഞ്ഞത് ശരിയാണ്. മുത്തശ്ശൻ വന്നാൽ പിന്നെ നമുക്ക് അവനെ തീർക്കാൻ എളുപ്പമാണ്. അവനെ മാത്രമല്ല അവന്റെ കൂടെ ഒരു പെണ്ണില്ലേ, അവളെയും തീർക്കണം. അവള് അതിസുന്ദരിയാണ്. ഞാനും അത് നോട്ട് ചെയ്തു. ശരിക്കും ഈ മാഗ്നിഫിഷൻ ഗ്രൂപ്പിൽ ഈ ശൈലിയിൽ ഒരു മാർക്കറ്റിംഗ് ഡയറക്ടർ ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അവൾ വലിയ സുന്ദരിയാണ്. അവളെ എന്റെ മുറിയിൽ എത്തിക്കാനുള്ള സമയമായി. അച്ഛന്റെയും മകന്റെയും സ്വഭാവം ഏതാണ്ട് ഒരേ ശൈലിയിലാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഡയലോഗാണ് ഈ സമയത്ത് ഷെങ്കോയുടെ ഭാഗത്തുണ്ടായത്. ഷെങ്കോ ആ ഡയലോഗ് പറഞ്ഞതും പെട്ടെന്ന് മുഴക്കമുള്ള ഒരു ശബ്ദം അവിടെ ആ റൂമിനകത്ത് ഒന്ന് മുഴങ്ങി. എന്റെ പെണ്ണിനെ കുറിച്ച് സംസാരിക്കാൻ നിനക്കാരാ ലൈസൻസ് നൽകിയത്? ആ രാത്രിയിൽ ആ ഹാളിനകത്ത് അങ്ങനെ ഒരു ശബ്ദം മുഴങ്ങിയപ്പോ ആ അച്ഛനും മകനും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അവര് ആ കാഴ്ച കണ്ടു. അവിടെ ആ സോഫയിൽ സാക്ഷൽ നീൽ ഇരിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും ആ രണ്ടുപേരും ശരിക്കും വിറച്ചു പോവുകയാണ്. നീ എങ്ങനെ ഇതിനകത്തെത്തിയത്? ഞാൻ എങ്ങനെ എത്തി എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. എന്റെ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ചതും സംസാരിച്ചതും ശരിയല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരു ശിക്ഷ അനിവാര്യമാണ്. അത് കേട്ടതും ഫെങ് നീലോട് പറഞ്ഞു, ബ്രദർ, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ബ്രദർ, ഇതെല്ലാം അച്ഛന്റെ പരിപാടിയാണ്. ആ സന്നിഗ്ധ ഘട്ടത്തിൽ സകല കുറ്റവും അവന്റെ പിതാവിന്റെ തലയിൽ ഇട്ടിട്ട് ഫെങ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മാറാൻ പോയതും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാതെ നീല് കൈയൊന്ന് അനക്കി. അയാളെ കൈ അനക്കിയതും പെട്ടെന്നാണ് ആ ചുറ്റുമുള്ള എയറിന് ഒരു ചലനം ഉണ്ടായത്. ആ വായു ഒന്ന് ചലിച്ചതും അത് അതിവേഗം ഘനീഭവിക്കപ്പെടുകയാണ്. അതിന് കട്ടി ഉണ്ടായി. ആ കട്ടി ഓടിപ്പോകുന്ന ഫെങ്ങിന്റെ പുറകെ പായുന്നതാണ് നമുക്ക് തുടക്കത്തിൽ കാണാൻ കഴിയുക. ഫെങ് ആ വാതിലിൽ എത്താറായതും ആ കട്ടിയുള്ള വായു ശരിക്കും ഒരു ബ്ലേഡായി മാറി. ആ ബ്ലേഡ് ഫെങ്ങിന്റെ കഴുത്തിലൂടെ അങ്ങ് കടന്നു പോയതും തലയേറ്റ് ഫെങ് താഴേക്ക് വീണു. ഒരു വിൻ ബ്ലേഡ് അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് അവിടെ നീല് ക്രിയേറ്റ് ചെയ്തത്. ആ കാഴ്ച കണ്ട് സ്തംഭിച്ച് വാ പൊളിച്ച് ഷെങ്കോ അങ്ങനെ നിൽക്കുമ്പോൾ നീല് ഷെങ്കോയുടെ അടുത്തേക്കോ, ഷെങ്കോ, നിനക്ക് 8 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ക്ലൗഡ് ലേക്ക് മാനുള്ള ആ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? നീലിന്റെ ആ ഡയലോഗ് കേട്ടതും ശരിക്കും കണ്ണു തള്ളിയതുപോലെ ഷെങ്കോ നീലിനെ നോക്കി. നീ ആ ഗ്രീവ്സ് കുടുംബത്തിലെ ആ യൂസ്ലെസ് ആയിരുന്നു. ശരിക്കും നീലിനെ ആ കാലഘട്ടത്തിൽ യൂസ്ലെസ് എന്ന് പറഞ്ഞ ആളുകൾ വിളിക്കാറുള്ളൂ. ഒരു മണവും ഗുണമില്ലാത്ത ആ ചെറുക്കൻ, അങ്ങനെയാണ് നീലിനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നീലിത അതിശക്തനായി അയാളുടെ മുന്നിൽ നിൽക്കുകയാണ്. ശരിക്കും അത് വല്ലാത്തൊരു വികാരമാണ് ഷെങ്കോയുടെ മനസ്സിലുണ്ടാക്കിയത്. ഷെങ്കോ അമ്പരപ്പോടെ നീല് നോക്കുമ്പോൾ നീല് അയാളോട് പറഞ്ഞു, എന്റെ അച്ഛനെയും അമ്മയും നീയും കൂടെ ചേർന്ന് കൊലപ്പെടുത്തിയത്. നീൽ, ശരിക്കും അങ്ങനെ അല്ല. മിസ്റ്റർ ലോങ് ആണ് അതൊക്കെ ചെയ്തത്. ഞങ്ങൾക്ക് ലോങ്ങിനെ എതിർക്കാൻ പറ്റില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ പറഞ്ഞ ഷെങ്കോ പെട്ടെന്ന് നീലിന് മുന്നിൽ മുട്ടുകുത്തുകയും ചെയ്തു. നീൽ, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. സ്വന്തം മകൻ അവിടെ തലയേറ്റ് കിടക്കുന്നത് കാണുന്ന ഷെങ്കോയ്ക്ക് എങ്ങനെ ജീവൻ രക്ഷിക്കാന്നുള്ള ചിന്ത മാത്രമാണുള്ളത്. നീല് ഷെങ്കോട് പറഞ്ഞു, ഷെങ്കോ, നിന്നെ രക്ഷിക്കാൻ ഒരാൾക്കും പറ്റില്ല. അതിന് മറുപടിയായി ഷെങ്കോ പറഞ്ഞു, നീൽ, നീ സർവശക്തനാണെന്നൊന്നും ധരിക്കരുത്. എന്റെ അച്ഛൻ ഇപ്പോ സൈക്ലൂഷനിലാണ്. അച്ഛൻ ഈ വിവരം അറിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാവൂ. നിനക്ക് എന്നെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. അത് കേട്ടത് നീല് തന്റെ മുന്നിൽ മുട്ടുകുത്തിരിക്കുന്ന ആ ഷെങ്കോയുടെ തലയിലേക്ക് ഒരു അറ്റിയാടി. ഒരു ശബ്ദത്തോടെ ആ തല അങ്ങ് പൊട്ടി. സംസാരിച്ചു നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലാണ് നീല് ആ സമയത്ത് ഇടപെട്ടത്. ഈ സംഭവം ഉണ്ടായ ആ നിമിഷത്തിൽ അങ്ങ് അകലെ ഒരു മലയിൽ ഒരാള് ചമ്രം പടിഞ്ഞ് വായുവിലങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അയാളുടെ മുന്നിലുള്ള ചുവരിൽ കുറെ ചെറിയ ഫലകങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. ആ ഫലകങ്ങളിൽ 2 എണ്ണം പെട്ടെന്നാണ് അടർന്ന് താഴെ വീണത്. ആ താഴെ വീണ ഫലകങ്ങൾ അങ്ങ് ചിതറുകയും ചെയ്തു. അത് കണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ കാലുകുത്തി തറയിലേക്ക് നിന്നു. അയാളുടെ കണ്ണുകൾ വല്ലാത്ത ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്.
എൻ്റെ മകനെയും ചെറുമകനെയും ആരാ കൊന്നത്? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന നീൽ ഗ്രേവ്സിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.